السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വളരെ പ്രഗത്ഭരായ ഉലമാക്കൾ, ഉമറാക്കൾ, അതുപോലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ചു കൂടിയ സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം നൽകിയ കൂട്ടുകാർ, അല്ലാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ സുഖങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ആ വീട്ടിലും കുടുംബത്തിലും മക്കളിലും സമ്പാദ്യങ്ങളിലും കച്ചവടങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. എല്ലാവിധ ശർറായ ഖളായിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്താക്കട്ടെ. ഈ നാട്ടിലും ഇവിടുത്തെ നാട്ടുകാരിലും ഇവിടുത്തെ കൃഷിയിലും കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്റ്റേജിലൊക്കെയുള്ള ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. നോട്ടീസിലും അതുപോലെ സമയം വൈകിയത് കൊണ്ടാണ് ആരുടെയും പേരെടുത്ത് പരാമർശിക്കാത്തത്. പിന്നെ തിരക്കുള്ള ആളുകൾക്ക് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. സ്റ്റേജിലാണെങ്കിലും താഴെയാണ് സദസ്സിലാണെങ്കിലും ഒക്കെ തിരക്കുള്ള ആളുകൾക്ക് പോകാം. പിന്നെ സദസ്സ് കുറച്ചും കൂടി കയറി ഇരുന്നാൽ ഒന്നും കൂടി പ്രസംഗിക്കാൻ സുഖം കിട്ടുമായിരുന്നു. ഒന്ന് എണീറ്റ് നിന്നിട്ട് ആ കസേര പിടിച്ചിട്ട് മുമ്പിൽ ഇവിടെയൊക്കെ വന്നിട്ടിരുന്നാലേ ഇതിവിടെ ഇവിടെയൊക്കെ ഇരുന്നോളൂ. ഇവിടെയൊക്കെ വെച്ചാലൊന്ന് അടുത്ത് കാണൂല നിങ്ങളെ.
കുറേ ബാക്കിൽ വെക്കുമ്പോൾ ഒന്നും കൂടി കയറിക്കോളൂ. ഇതോടെ ഇരിക്കട്ടാ, ഇവിടെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. കുറച്ചും കൂടി കയറിക്കോളൂ. എന്നാൽ ഇവിടെ പക്ഷെ അതേപോലെ സഹോദരിമാർ ഒന്ന് എണീറ്റ് നിന്നിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള കസേരയിലേക്ക് ഇരിക്കുക, അല്ലെങ്കിൽ കസേര പിടിച്ച് കുറച്ച് മുമ്പിലേക്ക് വന്നാൽ ബാക്കിൽ കുറേ ആളുകൾ കസേര ഇല്ലാതിരിക്കാൻ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒന്ന് സഹോദരിമാർ ഒന്ന് എണീറ്റ് നിന്നിട്ട് കസേര കൊണ്ട് മുമ്പിലേക്ക് വരിക, അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്ന മുമ്പുള്ള കസേരകൾ ഒന്ന് കവർ ചെയ്യാം. നമ്മുടെ സുഹൃത്ത് നവാസ് ഹുദവിയുടെ എളിയ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഈ മണ്ണാരപ്പറമ്പ് എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥലത്താൻ അവസരം ലഭിച്ചത്. എല്ലാ മാസവും നടത്തി വരാറുള്ള മജ്‌ലിസുന്നൂറിൻ്റെ വാർഷിക പരിപാടിയാണിത്. ഇപ്പം നിരന്തരമായി മജ്‌ലിസുന്നൂറിൽ പങ്കെടുക്കാറുള്ള എല്ലാ ആളുകൾക്കും ഒരു ആത്മീയമായ ചൈതന്യം ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മളിതുപോലെ എല്ലാ വേദികളിലും മജ്‌ലിസുന്നൂറിൻ്റെ സദസ്സുകളിലൊക്കെ സജീവമായി പങ്കെടുക്കാറുള്ളത്. ഇതുപോലെയുള്ള ഒത്തുചേരൽ, ഒരുമിച്ചുകൂടൽ, അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങാനും നമ്മൾക്ക് അവസരം നൽകും. ഇരുമ്പുകൾ തുരുമ്പ് പിടിച്ചു പോകുന്നത് പോലെ മനുഷ്യ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്നും അതിനെ ശുദ്ധീകരിക്കൽ ഇതുപോലെ അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, ഖുർആൻ കൊണ്ട് ഒക്കെയാണ് എന്നും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള സദസ്സുകളാണ് നമ്മൾക്ക് ഒന്ന് നമ്മെക്കുറിച്ച് ആലോചിക്കാനും പുതിയ ഒരു ആളായി മാറാനും അവസരം നൽകുന്നത്. അള്ളാഹു വളരെ സ്വീകാര്യമായ സദസ്സാക്കി നമ്മുടെ സദസ്സിനെ അള്ളാഹു ഏറ്റെടുക്കട്ടെ. അപ്പോൾ ഒന്ന് ഈ 2 ബോക്സ് ഇങ്ങോട്ടേക്ക് തിരിച്ചു തന്നിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും തിരിക്കാണ്ടെങ്കിൽ തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി. എൻ്റെ ബാക്കിൽ കുറേ എന്തൊക്കെ തിരിക്കാണ്ടാവും. അത് കുറച്ചപ്പോഴും വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി. എന്തായാലും ഇവർക്ക് ആവശ്യമില്ലല്ലോ. മജ്‌ലിസുന്നൂറൊക്കെ കഴിഞ്ഞു. ഏകദേശം സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആദരണീയരായ സയ്യിദ് KPC തങ്ങൾ വല്ലപ്പുഴ അവർകൾ തുടങ്ങി വെച്ച അതേ ഒരു ആയത്തിലൂടെയാണ് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. അല്ലാഹു ഇവിടെ പറയുന്നത്, പരിശുദ്ധമായ ഈ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിച്ചു തരുന്നത്, അല്ലാഹു തആല വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊണ്ട്
പ്രയാസങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ നിരന്തരമായി വേട്ടയാടുമെന്ന്. നിരന്തരമായി ഓരോ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ അതിജീവിച്ച് മുന്നേറേണ്ടി വരുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പരീക്ഷണങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ അല്ലാഹു നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണെന്നും ഇതിനെ വളരെ ഭംഗിയായി, പ്രയാസങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി ഈ പ്രതിസന്ധികളെ പ്രയാസങ്ങളൊന്നുമില്ലാതെ നേരിടാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. അഥവാ എത്ര വലിയ പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ഇത് നമ്മൾക്കൊരു പ്രയാസമുണ്ടാക്കുന്ന വിഷയമല്ല. കാരണം ക്ഷമിക്കുന്ന ആളുകൾക്ക് ഇതിനേക്കാളും വലിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്നും, അതേപോലെ തന്നെ നമ്മെക്കാളും മുമ്പ് കഴിഞ്ഞുപോയ വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും വലിയ പ്രയാസങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. അല്ലാഹു തആല പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ അതിൽ നിന്ന് പാഠമുൾക്കൊള്ളാനാണ്. 25ഓളം പ്രവാചകന്മാരുടെ പേരല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 25 പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ അവസാനം വരെ പരീക്ഷണങ്ങളിലൂടെ മുന്നേറിയവരാണ് എന്നും നമ്മൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഈ ചിന്തിക്കാനും ആലോചിക്കാനും നിരന്തരമായി ഗവേഷണം നടത്താനും ഗഹനമായ പഠനം നടത്താനും ജീവിതത്തിൽ പകർത്താനുമാണ് അല്ലാഹു നമ്മൾക്ക് ഇറക്കിത്തന്നത്. ഖുർആൻ വെറും ഓതി വിടുന്നതിനോട് പോലും പല ആളുകൾക്കും വലിയ താല്പര്യമില്ല. എന്നാ ഓതണ്ട എന്നല്ല, ഖുർആൻ വെറുതെ ഓതി വിടുന്നതിനോട് പോലും, അഥവാ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഇറക്കിയതല്ല, അതുകൊണ്ട് അമല് ചെയ്യാനാണ് എന്ന് പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ അമല് ചെയ്യാതെ, അതിനെക്കുറിച്ച് ആലോചിക്കാതെ, ഗവേഷണം നടത്താതെ പാരായണം ചെയ്യുന്നത് പോലും അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമല്ല. ഒരു ഹർഫിന് 10 ഹസനത്തുണ്ട്. ഞാനത് നിരുത്സാഹപ്പെടുത്തുകയല്ല, ഞാൻ പറയുന്നത് മറ്റൊരു വശമാണ്. എന്നാൽ തീരെ ഓതാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഖുർആൻ തീരെ പാരായണം ചെയ്യാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നമ്മൾ നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യുകയും കഴിവിന്റെ പരമാവധി ഖുർആൻ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. ഖുർആൻ ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതും ഒന്നുമല്ലാത്തതുപോലെ, അയാളെ ബാധിക്കാത്തതുപോലെ ആ പ്രയാസങ്ങളൊക്കെ കടന്നു പോകും. പിന്നെ പലതും വരും, അതൊന്നും ഇയാളെ ബാധിക്കുകയോ ഇയാൾക്കതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യൂല. അഥവാ ആർക്ക് ഖുർആൻ അർത്ഥമറിഞ്ഞ് ആലോചിച്ച് നല്ല രീതിയിൽ വറത്തിലിൽ ഖുർആന തർത്തീല, വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, ഖുർആൻ പഠനം നടത്തുന്ന ആളുകൾ, ഖുർആൻ ഗവേഷണം നടത്തുന്ന ആളുകൾ, ഖുർആനിന്റെ ആഴത്തിലിറങ്ങിയ ആളുകൾക്ക് ഒരു പ്രയാസവും അവരെ തൊടാതെ, അവരെ ബാധിക്കാതെ മുന്നേറും, കടന്നുപോകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ഖുർആൻ നമ്മൾക്ക് ധൈര്യവും മനക്കരുത്തും പകർന്നു തരേണ്ട ആയാത്തുകളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഓരോന്നോരോന്ന് ഓതിക്കഴിയുമ്പോഴേക്കും കോൺഫിഡൻസും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ധൈര്യവും മനക്കരുത്തും എല്ലാം ഖുർആനിൽ നിന്ന് ആവാഹിച്ചെടുക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ അഖലതു അലാ ഖസ്അതിഹാ ഖീല അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ് ഖാല ബൽ അൻതും കസീർ ولكنكم غثاء كغثاء السيل ولينزعن الله من قلوب عدوكم المهابة ولينزعن الله من قلوب عدوكم المهابة منكم وليقذفن في قلوبكم الوهن قالوا وما الوهن يا رسول الله قال حب الدنيا وكراهية الموت അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമം ലോകത്തുള്ള സർവ്വ ആളുകളും മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. കാർന്ന് തിന്നാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട്. ലോകരാജ്യങ്ങൾ സർവ്വ രാജ്യങ്ങളും അവരുടെ ശത്രുവായി കാണുന്നത് ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ. ഇസ്രയേലായാലും അമേരിക്കയായാലും ഇന്ത്യ പോലും മുസ്ലിമീങ്ങളെ ശത്രുവായി കാണുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരും. യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ അകലതു അലാ ഖസ്അതിഹാ. ഏതുപോലെ തീറ്റക്കാരായ ആളുകൾ ആർത്തിയോടെ ഒരു ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ വളരെ മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചാൽ വിശന്ന് വലഞ്ഞ തീറ്റക്കാരായ ആളുകൾ ആ ഭക്ഷണത്തിലേക്ക് എങ്ങനെയാണോ കൈനീട്ടുന്നത്, ആർത്തിയോടെ അത്യാഗ്രഹത്തോടെ ആ ടേബിളിന്റെ മുകളിലുള്ള തളികയിൽ നിന്നുള്ള ഭക്ഷണം തിന്നു തീർക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തെ വൈറ്റ് വാഷ് ചെയ്യാൻ, മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആളുകൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ലോകരാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് അവസാന കാലഘട്ടം വരുമ്പോൾ അതായിരിക്കും അവസ്ഥ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുത്തപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ എണ്ണം കുറഞ്ഞതാണോ നബിയേ? എന്താണ് കാരണം? മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് നബിയേ? ഞങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയതാണോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബൽ അൻതും കസീർ, നിങ്ങൾ ഒരുപാട് പേരുണ്ട്, എണ്ണം കുറഞ്ഞതല്ല. ഈ ഇന്ത്യ രാജ്യത്താണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഏകദേശം 14% ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് 2% ഇവിടെ ഏകദേശം ക്രൈസ്തവരുള്ളത്, 2% ഏകദേശം സിഖുകാർ, 2% പോലുമില്ല. അങ്ങനെയുള്ള എത്രയോ ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരിക്കെ എന്തേ മുസ്ലിമീങ്ങളെ മാത്രം ഞങ്ങളും അതേപോലെ ന്യൂനപക്ഷമായതുകൊണ്ടാണോ ഞങ്ങളെ ജനങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം മഹാന്മാരായ സ്വഹാബാക്കൾ ഉന്നയിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞതുകൊണ്ടല്ല, ജനസംഖ്യയിൽ കുറഞ്ഞതുകൊണ്ടല്ല, മെജോറിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്? ലോകത്തെ മതങ്ങളുടെ പേരിൽ ശതമാനം എടുത്തു നോക്കിയാൽ 2ാം സ്ഥാനത്ത് മുസ്ലിമീങ്ങളാണ്. അഥവാ 1ാം സ്ഥാനത്തോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ളത് മുസ്ലിമീങ്ങളാണ്. ഇത്രത്തോളം ജനബാഹുല്യമുള്ള, മെജോറിറ്റിയുള്ള, ഒരുപാട് ആളുകളുള്ള, ജനസംഖ്യയുള്ള ഒരു സമുദായമായിട്ടും എന്തേ ലോകരാജ്യങ്ങൾ, ലോകത്തുള്ള സർവരും മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ ലഭിച്ചങ്ങൾ പറഞ്ഞ മറുപടി, ബൽ അൻതും കസീർ, നിങ്ങൾ ഒരുപാട് പേരുണ്ട്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചവറുകളെ പോലെയാണ് നിങ്ങൾ. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടി ചവറുകളെ പോലെയാണ് നിങ്ങൾ. അഥവാ എവിടേക്കാണോ വെള്ളമൊഴുകുന്നത്, ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കി കൊടുക്കുക.
സ്റ്റെപ്പ്, ഒരു 3 സ്റ്റെപ്പ് വരട്ടെ വേല നിർത്തുമ്പോൾ, അത് കിട്ടുന്നില്ല. മലവെള്ളപ്പാച്ചിലൂടെ എങ്ങനെയാണോ ഒഴുകി വരുന്നത്, അഥവാ ഒരു വെള്ളം ഒഴുകുമ്പോൾ അതിനനുസരിച്ച് ഒഴുകുന്നത് അതൊരു ഹീറോയിസം അല്ല. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നത് എന്തല്ല, അതൊരു ഹീറോയിസം അല്ല. ഒഴുക്കിനെതിരെ നീന്തലാണ് ഹീറോയിസം. അപ്പൊ വെള്ളം ഒഴുകുമ്പോ അതിൽ മരത്തിന്റെ ചില്ലകളുണ്ടാകും, ഇലകളുണ്ടാകും, ചപ്പുചവറുകളുണ്ടാകും, വെയിറ്റില്ലാത്ത ഭാരമില്ലാത്ത പലതും വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ ഒരു പാറയോ ഒരു മരമോ തട്ടി നിന്നാൽ അതവിടെ നിൽക്കും. വെള്ളത്തിന്റെ ശക്തി കൂടുമ്പോൾ വീണ്ടും അതിങ്ങനെ ഒഴുകും. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും തടഞ്ഞാൽ അവിടെ നിൽക്കും, പിന്നെ വീണ്ടും ഒഴുകും. അഥവാ സ്വന്തമായിട്ടൊരു തീരുമാനമില്ലാതെ, സ്വന്തമായൊരു നിലപാടില്ലാതെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരായി നമ്മുടെ സമുദായം മാറും. ഇസ്ലാം എന്താണ് പറയുന്നത്? പല ആശയങ്ങൾ പല ആളുകൾ പല രീതിയിൽ ഇതിന് വെക്കും. ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് തോന്നുന്ന ഒരു ആശയം ഇതാണ്. അഥവാ ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്തുക, ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്തുക. അഥവാ നമ്മൾക്ക് നമ്മുടേതായ ആദർശമുണ്ട്, നമ്മൾക്ക് നമ്മുടേതായ മതചിട്ടയുണ്ട്, മതത്തിന്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ പാലിക്കാതെ, മതത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സത്യത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിം അല്ല. ഇസ്ലാമിന്റെ ഹദീസുകൾ, പരിശുദ്ധ ഹബീബിന്റെ ഹദീസുകൾ, അതേപോലെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളൊക്കെ വെച്ചു നോക്കുമ്പോ നാമമാത്ര മുസ്ലിമീങ്ങൾ എന്നല്ലാതെ ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ നമ്മളിൽ ആരുമുണ്ടാവൂല. ഞാൻ വേണമെങ്കിൽ ഉദാഹരണം ഇവിടെ കാണിച്ചുതരാം. ഈ കൂട്ടത്തിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട് എന്ന് ഞാനിപ്പോ തെളിയിച്ചുതരാം. വേണോ? ആണല്ലോ, ആവേശത്തോടെ പറയുന്നുണ്ട്. മുസ്ലിമിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡെഫിനിഷൻ പറഞ്ഞു. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാളുടെ വാക്കുകൊണ്ടോ അയാളുടെ പ്രവർത്തനം കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം. ഈ കൂട്ടത്തിൽ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് കൈപൊക്ക്. ജീവിതത്തിൽ ഇന്ന് വരെ വാക്കുകൊണ്ട് ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയുന്നവർ ഉണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ ഉറപ്പുള്ള എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക്. ഒരാൾ. കണ്ടില്ലേ? മുസ്ലിമീങ്ങളാണോ? നാമമാത്രം മുസ്ലിമീങ്ങളാണോ? പേരുകൊണ്ട് മുസ്ലിമീങ്ങളായതാണോ? ഇതാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ കഥകൾ പറയുമ്പോൾ വളരെ പ്രധാനമായി അവിടെ പറഞ്ഞത് യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ സ്വർഗീയ ലോകത്ത് ഒരുപാട് സുഖങ്ങൾ അല്ലാഹു പറഞ്ഞു തന്നു. സ്വർഗത്തിന്റെ കഥകൾ, സ്വർഗത്തിന്റെ സൗകര്യങ്ങളെല്ലാം അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ട് അല്ലാഹു പറഞ്ഞത്, പക്ഷേ ആ സ്വർഗത്തിലെത്തണമെങ്കിൽ, ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശുദ്ധമായ സംശുദ്ധമായ ഹൃദയമുള്ള ആളുകളായി നമ്മൾ മാറണം. ഖൽബുൻ സലീം, ഖൽബുൻ സലീം. ഈ ഖൽബുൻ സലീമുള്ള ആളുകൾക്ക് നാളെ സ്വർഗം കിട്ടുള്ളൂ. എന്താ ഈ ഖൽബുൻ സലീം? മറ്റൊരു ആയത്തിൽ പറയാ എന്താ ഈ ഖൽബുൻ സലീം എന്ന്. وَنَزَعْنَا مَا فِي صُدُورِهِمْ مِنْ غِلٍّ تَجْرِي مِنْ تَحْتِهِمُ الْأَنْهَارُ. അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് മിൻ ഗില്ലിൻ തജ്രി, സ്വഭാവ ദൂഷ്യത്തെ അല്ലാഹു എടുത്തു കളയുമെന്നാണ്. ഹൃദയത്തിൽ പകയുള്ളവരാൾ, വെറുപ്പുള്ളവരാൾ, അസൂയയുള്ളവരാൾ, അഹങ്കാരമുള്ളവരാൾ സ്വർഗത്തിന്റെ 7 അയലത്ത് പോലും എത്തൂല എന്നാണ്. അവസാനം അല്ലാഹു എല്ലാ ആളുകളെയും ഒന്നിങ്ങോട്ട് കടഞ്ഞെടുത്തിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ. ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ ഗില്ലിൻ, സ്വർഗത്തിലേക്ക് പോകുന്നവരാളുടെ ഹൃദയത്തിൽ നിന്ന്
വേണ്ടാത്ത സ്വഭാവം അല്ലാഹു എടുത്തുകളയുമെന്നാ പറഞ്ഞത്. ഗില്ലെന്ന് പറഞ്ഞാൽ അസൂയ പോലെ, പാര പോലെ, വെറുപ്പ് പോലെ, ചൊടി പോലെ, പിണക്കം പോലെ, അഹങ്കാരം പോലെ, ഇതുപോലെയുള്ള വൈരാഗ്യം പോലെയുള്ള ദുസ്വഭാവികളായ ആളുകളുടെ അഥവാ കേടായ ഹൃദയങ്ങൾ, ശുദ്ധിയില്ലാത്ത ഹൃദയങ്ങൾ, കറ പിടിച്ച ഹൃദയങ്ങൾ, കളങ്കമുള്ള ഹൃദയങ്ങൾ, അത്തരം ആളുകളുടെ കളങ്കവും അത്തരം ആളുകളുടെ കറകളും കളഞ്ഞതിന് ശേഷമാണ് അല്ലാഹു തആല സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ആ ആയത്ത്, നേരത്തെ ഓതിയ ആയത്ത്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ സമ്പാദ്യങ്ങളോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രക്ഷപ്പെടുന്നത് ഒരേ ഒരു വിഭാഗം ആളുകളാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരെയും വേദനിപ്പിക്കാത്തവർ, ആരോടും ചുടിക്കാത്തവർ, ആരോടും പിണങ്ങാത്തവർ, ആരോടും അസൂയയില്ലാത്തവർ, അഹങ്കാരത്തിന്റെ കണിക പോലുമില്ലാത്തവർ, വൈരാഗ്യം മനസ്സിൽ വെക്കാത്തവർ, പാരവെക്കാത്തവർ, കുറുമ്പില്ലാത്തവർ, കുശുമ്പില്ലാത്തവർ, ഇങ്ങനെ സംശുദ്ധ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ അല്ലാഹു തആല നാളെ സ്വർഗം നൽകുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരായി നമ്മൾക്ക് നമ്മുടേതായ ആദർശമില്ല, നമ്മുടേതായ നിലപാട് നമ്മൾക്കില്ല. ദീനിയായ കാര്യങ്ങൾ പോലും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുന്നവരാണ് നമ്മൾ, ന്യായീകരിക്കുന്നവരാണ് നമ്മൾ, ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരാണ് നമ്മൾ. അതല്ല ഹീറോയിസം. ഒഴുക്കിനെതിരെ നീന്തലാണ് ഹീറോയിസം എന്ന് പറയുന്നത്. അഥവാ വെള്ളമൊഴുകുന്ന സമയത്ത് ശക്തമായ ഒഴുക്കിലൂടെ മലവെള്ളപ്പാച്ചിൽ കടന്നു വരുമ്പോൾ അതിൽ പല കമ്പുകളും കൊമ്പുകളും ശാഖകളും മരച്ചില്ലകളും അതേപോലെ ഇലകളും ചവറുകളും എല്ലാം ആ ഒഴുക്കിലെങ്ങനെ ഒഴുങ്ങിപ്പോകും. അതിന് സ്വന്തമായിട്ട് നിലപാടുണ്ടോ? ഉണ്ടോ? അതിങ്ങനെ പോകും. ഒരു പാറ തടുത്താൽ അതവിടെ നിൽക്കും, പിന്നെ ഇങ്ങനെ കുറച്ച് സമയം അവിടെ നിൽക്കും, പിന്നെ വെള്ളത്തിന്റെ സ്ട്രോങ് കൂടുമ്പോൾ വീണ്ടും അത് സൈഡിലോട്ട് ഒഴുകി വീണ്ടും പോകും. അതോ വെള്ളം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോവാ. അതിന് പ്രത്യേകമായൊരു നിലപാടോ പ്രത്യേകമായൊരു ലക്ഷ്യമോ ഇല്ല. അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ മാറാൻ പാടില്ല. കാലത്തിന്റെ കുത്തൊഴുക്കിലെ ചവറുകളായി നമ്മൾ മാറാൻ പാടില്ല. കാലത്തിന്റെ കുത്തൊഴുക്കിലെ ചവറുകളായി നമ്മൾ മാറാൻ പാടില്ല. നമ്മൾക്ക് നമ്മുടേതായ ഒരു ആദർശമുണ്ട്, നമ്മുടേതായ ജീവിത രീതിയുണ്ട്. കാലം അതിന്റെ അപ്ഡേഷൻ അനുസരിച്ച് മാറുമ്പോൾ, നവീനമായ ആശയങ്ങൾ കടന്നു വരുമ്പോൾ, പുത്തനാശയങ്ങൾ കടന്നു വരുമ്പോൾ, നവീനമായ വികാസങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാ വികാസങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല. ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണം. പക്ഷേ നമ്മുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നത്, നമ്മുടെ പരിശുദ്ധമായ ദീനിന് കറയുണ്ടാക്കുന്നത് അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. പെണ്ണിന്റെ ഔറത്തായാലും ആണിന്റെ ഔറത്തായാലും ഇസ്ലാം പറയുന്നത് പെണ്ണ് മറച്ചു നടക്കണമെന്നാണ്. എന്നാൽ ആണിന് മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറച്ചാൽ മതി. എന്നാൽ ഇന്ന് ലോകത്തിന്റെ ഫാഷൻ അങ്ങനെയല്ല. പുരുഷൻ മുഴുവനും മറച്ചു നടക്കുന്നു, പെണ്ണ് മുഴുവനും തുറന്നു നടക്കുന്നു. അതാണ് ലോകത്തിന്റെ ഫാഷൻ, അല്ലെ? ഒരു ഫാഷൻ ഷോക്ക് ആണും പെണ്ണും ഇറങ്ങിയാൽ ആണിന്റെ ഫാഷൻ എന്താ? അയാൾ ഒരു ഷൂട്ട് ഇട്ടുണ്ടാവും, ഷൂ, അതിന്റെ മുകളിൽ പാൻസ്, അതിന്റെ മുകളിൽ ഷർട്ട്, അതിന്റെ മുകളിൽ ഒരു പക്ഷെ തൊപ്പി, ഒരു കൂളിംഗ് ഗ്ലാസ്. പിന്നെ അവന്റെ എന്താ കാണാ? ആകെ ഒരു പുരുഷന്റേത് കാണുന്നത് മുങ്കൈ, മുഖത്തിന്റെ ഒരു അല്പഭാഗം. താടിയും കൂടി വലുതാക്കിയാ പിന്നെ കുറച്ചേ കാണുള്ളൂ. ഒരു പുരുഷന്റേത് മുഖത്തിന്റെ ഒരു അല്പഭാഗവും മുൻകൈയും, ഇത്രയേ ഒരു പുരുഷന്റേത് കാണുള്ളൂ. എന്നാ പെണ്ണിന്റെ അവസ്ഥ എന്താ? നിക്കറിട്ടിട്ടല്ലേ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുക? മുഴുവനും മറച്ചു നടക്കണമെന്ന് പറഞ്ഞ സ്ത്രീകളാണെന്ന് മുഴുവനും തുറന്നു നടക്കുന്നത്. മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറച്ചാൽ മതി എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പുരുഷന്മാർ മുഴുവനും മറച്ചു നടക്കുന്നു. അപ്പൊ നേരെ വിപരീതമാണ്. കാലത്തിന്റെ കുത്തൊഴുക്കാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ലോകം എത്ര മാന്യമായിരുന്നു, എത്ര അന്തസ്സുള്ളതായിരുന്നു ഈ ലോകം. അമേരിക്കയുടെ പ്രസിഡന്റ് ബറാഖ് ഒബാമ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, വിദ്യാഭ്യാസ സമ്പന്നരായ മാന്യന്മാരായ രണ്ടുപേർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താ ഞാൻ അവിടെ പോയിട്ട് വേലറിയണം? അവിടെ പോയിട്ട് വേലറിയ നിങ്ങൾക്ക് അവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേലറിയുമ്പോൾ ഇങ്ങോട്ട് നോക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ അവിടെ പോയിട്ട് വന്നറിയാം. എന്ത് ചെയ്യണം?
ഇവിടെ പറഞ്ഞാൽ പോരെ? ഇത്രയൊക്കെ വേദിയൊക്കെ വേദിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി പറഞ്ഞാൽ അങ്കാടൊക്കെ വിഷമം വരൂലേ? എല്ലാവരും കൂടെ ശ്രദ്ധിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തിന്റെ ഒരു തകിടം മറിഞ്ഞൊരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. കുറച്ചു മുമ്പ് ഈ ലോകത്തെ ഭരിച്ചിരുന്നതാരാ? ബറാക് ഒബാമ. മാന്യനാണ് അദ്ദേഹം, വിദ്യാസമ്പന്നനാണ്, മാന്യനാണ്. ഇന്ത്യ രാജ്യത്തെ ഭരിച്ചിരുന്നതാരാ? മൻമോഹൻ സിംഗ്. വിദ്യാസമ്പന്നനാണ്, മാന്യന്മാർ ഒരല്പമേ ഉണ്ടുള്ളൂ. മാന്യന്മാരല്ലാത്തവരാണ് ഇങ്ങനെ നൃത്തം കളിച്ച് ഡാൻസ് കളിച്ച് സംസാരിക്കുന്നത്. മാന്യതയില്ലാത്ത ഒരു അടയാളമാണത്. പ്രധാനമന്ത്രിമാർ എന്ത് സംസാരിക്കണം? അവരുടെ ഓരോ വാക്കുകളും അർത്ഥവത്താവണം. പ്രധാനമന്ത്രിമാരെന്നൊക്കെ പറഞ്ഞ ആരാ? അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആരാ? ട്രംപിന്റെ ഒക്കെ പ്രഭാഷണങ്ങൾ, പ്രധാനമന്ത്രിയുടെ പ്രഭാഷണങ്ങൾ എത്രത്തോളം അപഹാസ്യമാണ്. ലോകം കീഴ്മേൽ മറിയ, അർഹതയില്ലാത്ത ആളുകൾ അധികാരത്തിലെത്തുക, വിവരമില്ലാത്ത ആളുകളുടെ കയ്യിൽ അധികാരം ലഭിക്കുക, വിവരമുള്ള ആളുകൾക്ക് യാതൊരു പരിഗണനയും ഇല്ലാതെ അവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക. ഇങ്ങനെ ലോകം അതിന്റെ കുത്തൊഴുക്കിൽ, അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകിടം മറിഞ്ഞ് അതിന്റെ എല്ലാ വശങ്ങളിലും കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുന്നൊരു സാഹചര്യം നമ്മുടെ ലോകാവസാനം വരുമ്പോൾ ലോകത്തുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദൽ ഖബീലത ഫാസിഖുഹും, ഒരു നാടിനെ, ഒരു രാജ്യത്തെ തെമ്മാടികളായ ആളുകൾ ഭരിക്കുന്നത്, അതൊരു മഹല്ലായാലും ശരി, ഒരു മഹല്ലായാലും ഒരു കുടുംബമായാലും ഒരു നാടായാലും ഏത് സ്ഥാനങ്ങളായാലും അർഹരായ ആളുകൾ ഒരുപാട് പേരുണ്ടായിട്ട് പിൻഭാഗത്തൂടെ കർട്ടണിന്റെ പിന്നിൽ, തിരശീലയ്ക്ക് പിന്നിൽ ഒരുപാട് ഗെയിമുകൾ കളിച്ച് അനർഹരായ ആളുകൾ അധികാരത്തിലേക്ക് വരുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹരായ ആളുകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ്. ഇതൊരു മുൾക്കിരീടമാണ്. അധികാരം എന്നുള്ളത് മുൾക്കിരീടമാണ്. തലയിൽ വെച്ചാൽ തലയ്ക്ക് വേദനയുണ്ടാക്കുന്ന, തല നോവിക്കാൻ കാരണമാകുന്ന മുൾക്കിരീടമായതുകൊണ്ട് ഈ ചെങ്കോല് വേണ്ട, അധികാരം വേണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ് അർഹരായ ആളുകൾ. എന്നാൽ അനർഹരായ ആളുകൾ കൊട്ടേഷൻ സംഘങ്ങളെ ഉണ്ടാക്കി, കോർപ്പറേറ്റുകളെ ഉണ്ടാക്കി, നോട്ടുകെട്ടുകൾ എരിച്ചെറിഞ്ഞ് ഒരുപാട് കൃത്രിമത്വം കാണിച്ച് അധികാരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കാലമാണിത്. അതുകൊണ്ടാണ് എലക്ഷൻ വരുമ്പോൾ യുദ്ധസമാനമായ രംഗങ്ങൾ ഓരോ രാജ്യങ്ങളിലും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ഇറാനിന്റെ സേനാ മേധാവിയെ അമേരിക്ക വെടിവെച്ചിടാൻ കാരണം എന്താണ്? അമേരിക്കയിൽ വരാനിരിക്കുന്ന ഇലക്ഷനാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ പുൽവാമ ആക്രമണം നടക്കുന്നത്? എന്തുകൊണ്ടാണ്? 40 പട്ടാളക്കാരെ ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് വെറുതെയാണോ? 40 പട്ടാളക്കാർ ഇവിടെ അധികാരികൾ ആസൂത്രണം ചെയ്ത അക്രമമാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ്. ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ബലാക്കോട്ട് അക്രമം. ആരാണ്? ഇവിടുത്തെ അധികാരികൾ അധികാരം ലഭിക്കാൻ വേണ്ടി, ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി, ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ രക്ഷകർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിൽ നിന്ന് പൗരന്മാരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി ആസൂത്രണം ചെയ്ത അക്രമമാണത്. ആരാ പറയുന്നത്? ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാ പറയുന്നത്. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് എത്രയോ ജവാന്മാരുടെ ജീവനാണ് ഈ രാജ്യത്ത് ഈ കുറച്ചു വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ ഇതിനു മുമ്പ് ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നഷ്ടപ്പെടാതെ അന്തസ്സോടെ ജവാന്മാർ ഇവിടെ ജീവിച്ചിരുന്നു, ഇന്ത്യ രാജ്യത്തെ സംരക്ഷിച്ചിരുന്നു. എന്നാൽ അന്ന് അവരാർക്കും ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷകരാണ് എന്നുള്ള വാദമുണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് നിരന്തരമായ സ്ഫോടനങ്ങളിലൂടെ, അക്രമങ്ങളിലൂടെ, തീവ്രവാദ വർഗീയ പ്രശ്നങ്ങളിലൂടെ, ഭീകര കലാപങ്ങളിലൂടെ ജവാന്മാരെ നിരന്തരമായി നഷ്ടപ്പെട്ടിട്ടും അവർ പറയുന്നത് ഞങ്ങളാണ് രാജ്യത്തിന്റെ രക്ഷകരെന്ന്. ഇതെങ്ങനെ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ എണ്ണം കുറഞ്ഞതല്ല. കാരണം എണ്ണത്തിൽ നിങ്ങൾ കുറവല്ല, നിങ്ങൾ ഒരിക്കലും എണ്ണത്തിൽ കുറവല്ല. 2% പോലുമില്ലാത്ത സിഖുകാരനാണ് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയത്. 2% പോലുമില്ലാത്ത സിഖുകാരൻ. അഥവാ നിങ്ങളുടെ അതെന്ത് വെള്ളാണോ വരുന്നത്? വെള്ളം, ഞാൻ വിചാരിച്ച തേനാണ്. അവിടെ തേന് വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ നല്ലൊരു സംഖ്യ, 300 എന്നുള്ളത് മിനിമം, 300 എന്നുള്ളതൊരു മിനിമം സംഖ്യ. കൂടുതൽ 1000, 500, 2000 ഒക്കെ കൊടുത്തിട്ട് വാങ്ങാം. തേന് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ വരും. തേന് ഷിഫയാണ്. വാദിന്റെ സദസ്സിൽ
പ്രത്യേകിച്ച് വളരെ മജ്ലിസുന്നൂറൊക്കെ പാരായണം ചെയ്ത മഹാന്മാരായ ബദരീങ്ങളുടെയൊക്കെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണല്ലോ. മഹാനായ സയ്യിദ് അവറുകളുടെ ദുആയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞൊരു സദസ്സ് കൂടിയാണ്. അപ്പോൾ തേന് വരും എന്ത് ചെയ്യാ, ഒരു 300 രൂപ മിനിമം കൊടുക്കുക. കഴിയുന്ന ആളുകളൊക്കെ അതിന് മുകളിൽ തന്നെ ആയിക്കോട്ടെ, 500 1000 ഒക്കെ കൊടുത്താൽ ഒന്നും നഷ്ടമല്ല. അതൊക്കെ രോഗത്തിൻ്റെ ശമനമായി അള്ളാഹു സ്വീകരിക്കും. നമ്മളിൽ നിന്ന് നമ്മുടെ രോഗങ്ങളൊക്കെ ഷിഫയാവാൻ, അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനൊക്കെ ഈ മഹത്തായ ഔഷധങ്ങൾ കാരണമായി അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു ഈ തേൻ ഒരു കാരണമായി, രോഗങ്ങളെ തടയാനുള്ളൊരു കാരണമായി അള്ളാഹു ഏറ്റെടുക്കും. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഏറ്റെടുക്കുക, അത് വാങ്ങുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആള് കുറഞ്ഞു പോയതല്ല കാരണം, നിങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, പിന്നെ എന്താണ് പ്രശ്നം? മലവെള്ളപ്പാച്ചിലൂടെ ഒഴുകി വരുന്ന ചപ്പു ചവറുകളെ പോലെ നിങ്ങൾ ചവറുകളാണ്. ഒന്നിനും കൊള്ളത്തില്ല. ചവറുകളാണ്. ഈ ചവറുകൾ എന്തിനെങ്കിലും ഉപകാരപ്പെടുമോ? എന്തിനെങ്കിലും ഈ ചവറുകൾ നമ്മൾക്കൊരു ഉപകാരമുള്ള വസ്തുവാണോ? വെറും ചവറാണെന്ന് പറയില്ലേ, ഒന്നിനും കൊള്ളത്തില്ല നമ്മളെ. എന്നാ ഒരു ദീനിയായ വിഷയത്തിൽ കൊള്ളോ? അതിനും കൊള്ളൂല. എന്നാ ഭൗതിക മേഖലയിൽ എന്തെങ്കിലും കാര്യത്തിന് കൊള്ളോ? അതിനും കൊള്ളൂല. വെറും ചവറുകൾ. ഇങ്ങനെ ജീവിക്കുക, രാത്രിയാ ഫുട്ബോൾ കളിക്കുക, കിട്ടിയ ചാൻസുകളിൽ നൃത്തം ചെയ്യുക, ഡാൻസ് കളിക്കുക, കഴിവിന്റെ പരമാവധി എൻജോയ് ചെയ്യുക, വലിയ വീടെടുക്കുക, അങ്ങനെ ഒരു തിന്നാ ജീവിക്കുക എന്നുള്ള ചിന്തയല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണം, ഈ രാജ്യത്തിന്റെ അഭിമാന പുത്രനായി മാറണം, ഈ നാടിന് വേണ്ടി സേവനം ചെയ്യണം, മരിക്കുമ്പോ എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ വല്ലതും ചെയ്തു തീർക്കണം, എന്നെ 4 ആളുകൾ അറിയണം, എന്റെ മരണശേഷം ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് 4 ആളുകൾ അറിയണം. അതിന് എന്തെങ്കിലും രാജ്യത്തിന് സംഭാവന ചെയ്യണ്ടേ? അങ്ങനെ ജീവിക്കണം. എല്ലാവരോടും പറയാൻ, നമ്മൾ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഒരു അടയാളം ഇവിടെ ബാക്കി വെക്കണം. എല്ലാവരുടെയും മനസ്സിലുള്ള എയിം അതായിരിക്കണം, ലക്ഷ്യം അതായിരിക്കണം. നമ്മൾ ജീവിച്ചു മരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ജനങ്ങൾ പറയത്തക്ക രീതിയിൽ ഒരടയാളം ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയാൻ. അതിന് നിങ്ങൾക്ക് ഏത് മേഖലയിലെത്താം, ഏത് ലക്ഷ്യവും വെച്ച് ഹലാലായ ആ ഉദ്ദേശത്തിലേക്ക് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കാം. അത് എത്ര പ്രായമായാലും ശരി. പലരും സ്മരിക്കപ്പെടുന്നുണ്ടല്ലോ, പലരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അവരൊക്കെ ഇങ്ങനെ ഈ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി ജീവിച്ചു മരിച്ചത് കൊണ്ടാണ്. വഫാത്ത് കഴിഞ്ഞ വർഷങ്ങളായിട്ടും നിരന്തരമായി ഒരു ദിവസം പോലും ഇടതടവില്ലാതെ ശംസുൽ ഉലമയുടെ പേര് എന്റെ ഈ രാജ്യം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, ഈ ലോകം അല്ലെങ്കിൽ കേരളം. എന്തുകൊണ്ട്? അതേപോലെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന കലാം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ഗാന്ധിജി എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു? ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് അലി ജൗഹർ, ഷൗക്കത്ത് അലി, ഇങ്ങനെ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. മിനിമം നാടിനു വേണ്ടിയെങ്കിലും നമ്മൾ ത്യാഗം ചെയ്യണം. നമ്മുടെ നാട്ടുകാരെങ്കിലും നമ്മുടെ മരണശേഷം ഒരു അടയാളമായി നമ്മെ കാണണം. ഇയാൾ ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അഥവാ നമ്മുടെ മരണശേഷം മിനിമം നമ്മുടെ നാട്ടുകാരെങ്കിലും നമ്മെ ഓർക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം നമ്മൾ ബാക്കി വെക്കണം. അതല്ലാതെ നമ്മുടെ സമ്പാദ്യത്തിനു വേണ്ടി അടിപിടി കൂടുന്ന മക്കളെയല്ല ബാക്കി വെക്കേണ്ടത്. നമ്മുടെ സമ്പാദ്യം വീതം വെച്ചെടുക്കാൻ വേണ്ടി ഷണ്ട കൂടുന്ന, അടിപിടി കൂടുന്ന മക്കളെയല്ല നമ്മൾ ബാക്കി വെക്കേണ്ടത്. നാളെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ ഒരു ജനക്കൂട്ടത്തെ, ഒരു നാട്ടുകാരെ, ഒരു കുടുംബത്തെ, സ്വാലിഹീങ്ങളായ മക്കളെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിന്റെ പേരിൽ നമ്മെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ ബാക്കി വെക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന ഒരു സാധാ നാടൻ മനുഷ്യൻ, ഒരു സാധാ നാടൻ മനുഷ്യനാണ് ബാപ്പുട്ടി ഹാജി. കേട്ടിട്ടുണ്ടോ? ബാപ്പുട്ടി ഹാജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദാറുൽ ഹുദയുടെ സ്ഥാപകനാണ്. ഒരു സാധാ നാടൻ മനുഷ്യൻ, ഡോക്ടറാണ് അദ്ദേഹം. നാടനാണ്, ഒരു സാധാ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആ മനക്കരുത്തും ദീർഘദൃഷ്ടിയും ഇന്ന് ഈ കേരളക്കരയിലടക്കം പുറത്തുള്ള സംസ്ഥാനങ്ങളിലായി 10-20ഓളം ദാറുൽ ഹുദയുടെ ബ്രാഞ്ചുകൾ, 10,000-കണക്കിന് ഓരോ ബ്രാഞ്ചുകളിലും 400 കണക്കിന് കുട്ടികൾ, ഏകദേശം മിനിമം ഒരു 10,000-കണക്കിന് കുട്ടികളെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി, ഒരു യൂണിവേഴ്സിറ്റിയായി ഈ ദാറുൽ ഹുദ മാറി. ഇന്ന് നിരന്തരമായി 1000-കണക്കിന് കുട്ടികൾ ദിവസവും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ഒരിക്കലും എനിക്ക് പേര് വേണം, എനിക്ക് സൽപേര് വേണം, പ്രശസ്തി വേണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല. ആഖിറത്തിന് വേണ്ടി,
ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ഞാൻ കാരണം ഈ സമുദായത്തിലെ ഒരാളെയെങ്കിലും ഇൽമ പഠിപ്പിക്കാൻ, നന്മയിലേക്ക് കൊണ്ടുവരാൻ, ജനങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഉപകാരം ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതാണ് നല്ലത് എന്ന ചിന്തയോടുകൂടി തന്റെ സമ്പാദ്യം പോലും ത്യജിച്ച് എല്ലാം ദീനിന് വേണ്ടി വലിച്ചെറിഞ്ഞ് എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് മരിച്ചുപോയത് കൊണ്ടാണ് ഇന്ന് ദിവസവും അദ്ദേഹത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളെങ്കിലും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ചില അടയാളങ്ങൾ ബാക്കി വെക്കുന്ന രീതിയിൽ നമ്മൾ മരിച്ചു പോകണം. ഒന്നുകിൽ നമ്മുടെ നാടിന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ മതത്തിന് എന്തെങ്കിലും ഒരു അടയാളം നമ്മളിൽ നിന്നുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, അങ്ങനെ നിരന്തരമായി അടയാളം ബാക്കി വെച്ചവർ ഇവിടെ സ്മരിക്കപ്പെടുന്നു. എന്നാൽ എത്രയോ മുതലാളിമാർ, ഇഷ്ടംപോലെ മുതലാളിമാർ, കോടീശ്വരന്മാർ ഈ രാജ്യത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ സ്മരിക്കപ്പെടുന്നുണ്ടോ? അവരുടെ അനുസ്മരണം ഇവിടെ നടത്തുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവര് സമ്പത്തുണ്ടാക്കി, അവരത് ഉപയോഗിച്ചു, അവർ സ്വാർത്ഥരായി ജീവിച്ചു എന്ന കാരണത്താലാണ്. സ്വാർത്ഥത മാറ്റിവെച്ച് നിസ്വാർത്ഥരായി ജനങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായാൽ സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായി നമ്മുടെ അടയാളങ്ങൾ ഇവിടെ ബാക്കിയുണ്ടാകും. അതുകൊണ്ട് ഞാനും കെട്ടിയോളും പിന്നെ തട്ടാനും എന്നാ പറയാ, അല്ലെ? ഞാനും കെട്ടിയോനും തട്ടാനും എന്നാ പറയാ, അല്ലെങ്കിൽ ഞാനും കെട്ടിയോളും കുട്ടിയോളും. ഇങ്ങനെ വെറും ഒരു അണുകുടുംബം, കുടുംബം, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്ന ചിന്ത മാറ്റി നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടുകൂടി ഈ കുടുംബത്തിനും നാടിനും വേണ്ടി നമ്മൾ സ്വന്തമായി സ്വാർത്ഥമായി ചിന്തിക്കാതെ വിശാല മനസ്കതയോടുകൂടി എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളായി നമ്മൾ മാറിയാൽ നമ്മുടെ അടയാളം ഇവിടെ ബാക്കിയുണ്ടാകും. നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുടെ ബാക്കിയുണ്ടാകും. നമ്മൾക്ക് വേണ്ടി അനുസ്മരണം സംഘടിപ്പിക്കുന്നവർ, നിരന്തരമായി ദുആ ചെയ്യുന്നവർക്ക് ഇവിടെ ബാക്കിയാകും. അതുകൊണ്ട് സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറി സാമൂഹിക ജീവിതത്തിലേക്ക്, അതേപോലെ പൊതുജീവിതത്തിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങൾ പറയാണ്, നിങ്ങളെ ജനങ്ങൾ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം, ലോകരാജ്യങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങൾ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്തേ? നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഇവിടെ നടന്ന എല്ലാ അക്രമങ്ങളും, എല്ലാ യുദ്ധങ്ങളും, ഇറാഖായാലും അഫ്ഗാനായാലും ഇറാനായാലും ഈജിപ്തായാലും ലിബിയയായാലും യമനായാലും തുർക്കിയായാലും എല്ലാ രാജ്യങ്ങളും, ആക്രമിക്കപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. എന്തിന്റെ പേരിലാണിത്? നിലപാടില്ലാതെ ആദർശമില്ലാതെ ദീനിൽ ഉറച്ചു നിൽക്കാതെ ചണ്ടിച്ചവറുകളെ പോലെ നമ്മൾ ആയത് കാരണത്താലാണ് അല്ലാഹു തആല ജനങ്ങളെയെല്ലാം ഭക്ഷണത്തളികയിലേക്ക്, നല്ല തീറ്റക്കാര് ഭക്ഷണം എങ്ങനെയാണോ തളികയിൽ നിന്ന് തീർക്കുന്നത്, അതിനെ ലക്ഷ്യം വെക്കുന്നത്, അതേപോലെ ഇവിടെയുള്ള സർവാളുകളും നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ കാരണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്നിട്ട് പറയാണ്, വലയൻസഅന്നല്ലാഹു മിൻ ഖുലൂബി അദുവിക്കുമുൽ മഹാബത മിൻകും. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളോടുള്ള ഭയം അല്ലാഹു എടുത്തുകളയുമെന്നാ പറഞ്ഞത്. ശത്രുക്കൾക്ക് നിങ്ങളോട് ഭയമുണ്ടാവൂല, പേടിയുണ്ടാവൂല. ഒരു മഹാബത്ത്, ഒരു ബഹുമാനമുണ്ട്. ജനങ്ങൾക്ക് പരസ്പരം തോന്നാറുള്ള ഒരു ബഹുമാനം, ഒരു റെസ്പെക്ട്. ആ റെസ്പെക്ട് അല്ലാഹു തആല നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് എടുത്തുകളയുമെന്നാ പറഞ്ഞത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബദറിന്റെ രണാങ്കണത്തിൽ 300 ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ തോൽപ്പിച്ചത് ആ ശത്രുക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഭയമിട്ട് കൊടുത്തത് കൊണ്ടാണ്. ആയിരക്കണക്കിന് ആളുകൾ, സുസജ്ജമായ പട്ടാളവും സൈന്യവും എല്ലാ സംവിധാനങ്ങളുമായി മുസ്ലിമീങ്ങളെ തകർക്കാൻ വന്നിട്ടും 300 ആളുകളോട് തോറ്റുപോയത് അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ ഭയം ഇട്ടുകൊടുത്തത് കൊണ്ടാണ്. അപ്പൊ ഭയം ഒരാൾക്ക് പിടികൂടിയാൽ അവരാ തോൽക്കുക. ഹൃദയത്തിൽ ഭയമുണ്ടായാൽ, ഭയമില്ലേ, 100 കണക്കിന് ആളുകൾ വന്നാലും ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, ഹൃദയത്തിൽ ഭയമില്ലെങ്കിൽ. എന്തുകൊണ്ടാണ്? ആരാ ഭയക്കുക? ആർക്കാ ഭയം ഉണ്ടാവുക? ജീവിതത്തെ കൊതിക്കുന്നവർക്ക് മരണത്തെ ഭയമുണ്ടാകും, അല്ലെ? ജീവിതത്തെ കൊതിക്കുന്നവർക്ക് മരണത്തെ ഭയം ഉണ്ടാകും. എന്റെ ഭാര്യ, പടച്ചോനെ ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ എന്താവും? പടച്ചോനെ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്താവും? എന്റെ സമ്പത്ത്, എന്റെ ബിസിനസ്, എന്റെ വീട്, ഇതൊക്കെ എന്താകുമെന്ന് ചിന്തിച്ച് ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ പേടിയുണ്ടാകും. നേരെ മറിച്ച് മരിച്ചാൽ ഞാൻ എന്താകുമെന്നുള്ള ചിന്ത ആർക്കാ ഉള്ളത്?
ഞാൻ മരിച്ചാൽ ഞാൻ എന്താകും, എന്റെ ഖബറിടം എന്തായിരിക്കും, എന്റെ പാരത്രിക ലോകം എന്തായിരിക്കും എന്നുള്ള ചിന്തയാർക്കാണുള്ളത്? എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഭാര്യയെ കുറിച്ച് ആരും ഇവിടെ ആശങ്കപ്പെടേണ്ട. ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ എന്താകും എന്നുള്ളൊരു പേടി എനിക്ക് വേണ്ട. കാരണം എന്തേ, എത്രയോ ഭർത്താക്കന്മാർ ഇവിടെ മരിച്ചു പോയിട്ട് ഒരു ഭാര്യയ്ക്കും ഇവിടെ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല, അല്ലെ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകളില്ലേ? ഇല്ലേ? അവരൊക്കെ പ്രയാസപ്പെട്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ? അവരൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരൊക്കെ സമയത്തിന് തിന്നുന്നില്ലേ? ഈ പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താ, വലിയ വീട് കെട്ടലും വലിയ വണ്ടി എടുക്കലൊന്നുമല്ല. ആവശ്യത്തിനുള്ള പണം, ആവശ്യത്തിനുള്ള വസ്ത്രം, ആവശ്യത്തിനുള്ള ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ട്. ആരാ കൊടുക്കുന്നത്? അല്ലാഹു ആണ്. അതേപോലെ പിതാവ് മരിച്ചതിന്റെ പേരിൽ ഒരു മക്കളും ഇവിടെ പ്രയാസപ്പെടേണ്ടി വരുന്നില്ല. ഒന്നുകിൽ ചാരിറ്റി പ്രവർത്തകർ, റിലീഫ് പ്രവർത്തകർ, നാട്ടിലുള്ള മഹല്ലുകാർ, കുടുംബങ്ങൾ, ആരൊക്കെയായി മരണപ്പെട്ടു പോയ, പിതാവ് മരണപ്പെട്ടാൽ യതീം മക്കളെ, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയുടെ ചെലവ് ഒന്നുകിൽ കുടുംബക്കാർ, അല്ലെങ്കിൽ നാട്ടുകാർ, അല്ലെങ്കിൽ മഹല്ലുകാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തകന്മാർ ഏറ്റെടുത്തിട്ട് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പിതാവ് മരിക്കാതെ പിതാവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആരും തിരിഞ്ഞു നോക്കാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? ഇല്ലേ? ഉപ്പ മരിച്ചിട്ടൊന്നുമില്ല, ഉപ്പയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട് എന്ന് പറഞ്ഞ് അവരൊക്കെ സുഖിച്ചിവിടെ ജീവിക്കാണോ? അല്ല, അവരൊക്കെ മഹാകഷ്ടത്തിലാണ്. എന്നാ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പ മരിച്ചിട്ടൊന്നല്ല അവർ കഷ്ടത്തിലായത്, ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ മരണം എന്നുള്ളത്, ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ എന്താകുമെന്നുള്ള ചിന്ത നമ്മൾ മാറ്റിവെക്കണം. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്താകുമെന്നുള്ള ചിന്ത നമ്മൾ മാറ്റിവെക്കണം. എന്താണ് പിന്നെ അതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത്? എന്താണ്? ഞാൻ മരിച്ചാൽ എന്റെ ഖബറിടത്തിലെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുന്ന ഒരാൾക്കും മരണത്തെ പേടിയുണ്ടാവില്ല. അങ്ങനെ ആലോചിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഖബറിനെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവില്ല? മരണത്തെ പേടിയുണ്ടാവില്ല. ഇനി ഖബറിൽ രക്ഷപ്പെടണ്ടേ? വേണ്ടേ? ഖബറിൽ രക്ഷപ്പെടണ്ടേ? ഇൻഷാല്ലാ ബക്കറ്റ് വരും, നല്ല സംഖ്യ ഇട്ട് കൊടുത്താൽ മതി, ഖബറിൽ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരും. ബക്കറ്റ് വരുമ്പോ നല്ല ഇഷ്ടപ്പെട്ട സംഖ്യ കൊടുക്കാം. 10ഉം 20 ഇട്ടിട്ട് സംഘാടകരെ വിടണ്ട. മനസ്സിലായോ? 10 രൂപ ഇട്ടാൽ കൂലി കിട്ടും, 10 രൂപ ഇട്ടാൽ കൂലി കിട്ടും, 1 രൂപ ഇട്ടാലും കൂലി കിട്ടും. കൂലിക്ക് വേണ്ടിയിട്ടല്ല ഈ ബക്കറ്റ്, കൂലിക്ക് വേണ്ടിയിട്ടല്ല. ഇത് സംഘാടകർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം, അല്ലേ? നിങ്ങൾക്ക് കൂലി ഇട്ടാൻ വേണ്ടിയിട്ടാ ബക്കറ്റ് ഇരുന്ന്? ആണോ? നിങ്ങൾക്ക് കൂലി ഇട്ടാൻ വേണ്ടി ബക്കറ്റ് കൊണ്ടേണ്ട ആവശ്യമുണ്ട്. സംഘാടകർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം. സംഘാടകർക്ക് കാര്യം ഉണ്ടാവണമെങ്കിൽ 10 രൂപ ഇട്ട കാര്യം ഉണ്ടാവോ? ഇല്ല. എല്ലാവരും 10 രൂപ ഇട്ട ഇവിടെ ആകെ 10,000 രൂപയാവും. എല്ലാവരും 100 ആള് 10 രൂപ ഇട്ട എത്രയാവും? 1000 ആളാവും. 1000 ആള് 10 രൂപ ഇട്ട 10,000 രൂപയാവും. അതുകൊണ്ട് സംഘാടകർക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ ബക്കറ്റ് എന്തിനാ വരുന്നത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവുന്നത്. അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം തരുന്നത്. 1 രൂപ കൊടുത്താലും 10 രൂപ കൊടുത്താലും അല്ലാഹു കൂലി തരും, പ്രതിഫലം തരും. പക്ഷേ സ്വതക്ക കൊടുത്താൽ രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്വതക്ക ഏതാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വതക്കയാവണം അത്. സ്വതക്ക കൊടുത്താൽ ഈമാൻ സലാമത്തായി മരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വതക്ക ഏതാ? ഇഷ്ടപ്പെട്ട സ്വതക്കയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വതക്കയാണത്. സ്വതക്ക കൊടുത്താൽ ഖബർ വിശാലമാകുമെന്നും ഖബർ വെളിച്ചമാകുമെന്നും ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്നും അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ സ്വതക്ക ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വതക്കയാണത്. ഇഷ്ടപ്പെട്ട സ്വതക്ക എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്താക്കും. നമ്മൾ കൊടുത്ത സ്വതക്ക ഇഷ്ടപ്പെട്ട സ്വതക്കയാണെങ്കിൽ. ആർക്കും വേണ്ടാത്ത 10 രൂപ കൂലി കിട്ടും, അത് ഞാൻ പറയും, നിഷേധിക്കൂല. കൂലി കിട്ടൂല എന്ന് ഞാൻ പറയില്ല. 10 രൂപ കൊടുത്താൽ 100 രൂപയുടെ കൂലി കിട്ടും, 1 രൂപ കൊടുത്താൽ 10 രൂപയുടെ കൂലി കിട്ടും. അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാവണം. ഇല്ലാത്ത ആളുകൾക്ക് മക്കൾ ഉണ്ടാവണം, ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ഉണ്ടാവണം, രോഗികളായ ആളുകൾക്ക് ശിഫയുണ്ടാവണം,
അപകടങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടണം, കടങ്ങളുള്ള ആളുകൾക്ക് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പൂർത്തിയാവാൻ നമ്മൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട സംഖ്യയായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം സ്വതക്കകളിൽ നിന്ന് സ്വീകരിക്കാൻ സാധ്യതയുള്ള സ്വതക്ക ബക്കറ്റാണ്. നമ്മൾ കൊടുക്കുന്ന സ്വതക്കയിൽ ഏറ്റവും സ്വീകരിക്കാൻ സാധ്യതയുള്ള സ്വതക്ക ബക്കറ്റിലിടുന്ന പൈസയാണ്. എന്തെന്നറിയോ? അതാരും കാണൂല, നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രമേ കാണുള്ളൂ. നിങ്ങളും അള്ളാഹു മാത്രമേ കാണുള്ളൂ ആ സ്വതക്ക. അല്ല, അങ്ങനല്ലേ? നിങ്ങളോട് ഞാൻ ചോദിക്കണം, ആരാണ് 1000 രൂപ തരാൻ? എല്ലാവരും കൈപൊക്കി. ആരൊക്കെ കണ്ടു? ഞാൻ കണ്ടു, സ്റ്റേജിലുള്ളവർ കണ്ടു, അപ്പുറത്തിരിക്കുന്നവർ കണ്ടു, സംഘാടകർ കണ്ടു, 100 കണക്കിന് ആളുകൾ കണ്ടു. എന്നാ ബക്കറ്റിൽ നിങ്ങൾ ഒരു 1000 രൂപ ഇട്ടു, ഞാൻ കണ്ടോ? ഇല്ല. സംഘാടകർ കണ്ടോ? ഇല്ല. പിന്നെ ആരാ കണ്ടത്? അള്ളാഹുവും നിങ്ങളും മാത്രം കണ്ടുള്ളൂ. അതുകൊണ്ട് ആ സ്വതക്ക സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹുവും നമ്മൾ മാത്രം അറിയുന്ന സ്വതക്കകൾ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സ്വതക്ക ഇടുന്നത് ഹലാലാണെങ്കിൽ. അപ്പുറത്താളെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് 1000 ഇട്ടാൽ കൂല അയാൾ കിട്ടുമെങ്കിൽ കുറ്റം കൊണ്ടു. മനസ്സിലായോ? അപ്പൊ അള്ളാഹുവും നമ്മൾ മാത്രം അറിയുന്ന ഏത് അമലും അള്ളാഹു സ്വീകരിക്കും. ഒരാൾ രാത്രി എണീറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ഭാര്യ അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞില്ല. അറിഞ്ഞതാരാ? അള്ളാഹുവും നിസ്കരിച്ച ഞാനും. എങ്കിൽ എന്റെ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നു, 100% ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് ബക്കറ്റ് പോലെയുള്ള സ്വതക്കകൾ. അതിൽ എത്രയിട്ടാലും ആരും കാണൂല, ആരും അറിയൂല. ആരും അറിയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ 10 രൂപ ഇടുന്നത്, അല്ലെ? ആരും അറിയാത്തത് കൊണ്ട് നമ്മൾ 10 രൂപ ഇടുന്നു. എന്നാലേ ആരാണ് നല്ല സ്വതക്ക ചെയ്യാ? ഞാൻ തരാം, എത്ര? 10 രൂപ എന്നാരെങ്കിലും പറയോ? ഇവിടെ ഒരു ഉദാഹരണം, ഒരു പള്ളി നിർമ്മിക്കുന്നു സങ്കല്പിക്കുക. പള്ളിക്ക് സ്വതക്ക വേണം, പൈസ വേണം. അപ്പൊ ആരാ ഈ പള്ളിക്ക് സഹായിക്കുക? കഴിയുന്ന ആളുകൾക്ക് കൈപൊക്ക്. കുറെ ആളുകൾ കൈപൊക്കി. ഈ എത്രയാ? ഞാൻ 10 രൂപ തരാം ഉസ്താദേ. പറയോ? പറയില്ല. നാണക്കേടാണ്. 10 രൂപ പറയാൻ നാണക്കേടാണ്. കൂടെ ആളുകളൊക്കെ നോക്കി ചിരിക്കൂലേ? അടുത്ത ആൾ 20 രൂപ പറയോ? ഇല്ല. മിനിമം ഒരു 2000 ആളുകൾ പറയും. 2000 രൂപ ഞാൻ തരും. എത്ര കഴിയാത്ത ആളുകൾ. അതെന്തേ? 4 ആളുകൾ കാണും. അപ്പൊ ആളുകൾ കാണാത്ത സ്വതക്കയാണ് ഈ ബക്കറ്റ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഭാഗത്തിൽ ഏറ്റവും. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഇഖ്ലാസും അള്ളാഹു മാത്രം കാണാൻ സാധ്യതയുള്ള അമലായതുകൊണ്ട് ഈ സദസ്സെന്നല്ല, ഏത് സദസ്സായാലും ബക്കറ്റിൽ നല്ല പൈസ ഇട്ട് കൊടുക്കുക. അത് നാളെ ആഖിറത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള സ്വതക്കയാണ്. 100% ഉറപ്പാണ്. അത് സ്വീകരിക്കും. മറ്റുള്ളതൊക്കെ നമ്മുടെ നീയത്ത് പോലെ മാറും. ആരെങ്കിലും കാണട്ടെ, എന്നെ പള്ളി പ്രസിഡന്റ് ആകട്ടെ, എനിക്ക് ചിന്ത വരും. പൈസ കൊടുക്കുമ്പോൾ നല്ലൊരു 10 ലക്ഷമൊക്കെ കൊടുക്കുമ്പോ, ഒരു 10,000 ഒക്കെ കൊടുക്കുമ്പോ, എന്നെ സെക്രട്ടറി ആകട്ടെ, എന്നെ പ്രസിഡന്റ് ആകട്ടെ, 4 ആളുകൾ കാണട്ടെ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് നിങ്ങൾക്കില്ലെങ്കിലും പിശാച് നിങ്ങളുടെ മനസ്സിലിട്ട് തരും. നിങ്ങൾക്ക് ഉണ്ടാവൂല, പിശാച് നിങ്ങളുടെ മനസ്സിലിട്ട് തരും. രണ്ടാമതൊരാൾ കണ്ടാൽ. എന്തിനേറെ നിങ്ങളൊരു ബക്കറ്റിൽ 5000 രൂപ ഇട്ടാൽ അതുപോലും പിശാച് മറ്റൊരാളോട് പറയിപ്പിക്കും. നിങ്ങളുടെ മിനിമം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭാര്യയോടെങ്കിലും പറയിപ്പിക്കും. അത് പിശാചിന്റെ പണിയാണ്. മറ്റൊരാളെ അറിയിക്കുക എന്നുള്ളത്, അമല് ചെയ്ത മറ്റൊരാളെ അറിയിക്കുക എന്നുള്ളത് പിശാചിന്റെ പണിയാണ്. അത് അറിയിക്കലോടുകൂടി നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടും ചെയ്യും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇവിടെ എന്നല്ല എവിടെയായാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത രീതിയിൽ വളരെ നന്നായി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യകൾ കൊടുത്തു വേണം ഏത് ഉദ്ദേശങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. മക്കളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അല്ലാഹുവേ എനിക്ക് സാലിഹീങ്ങളായ മക്കളെ തരണേ എന്ന് ദുആ ചെയ്യുമ്പോ അവന് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ കൊടുക്കണം. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി. ഒന്നുകിൽ അവന്റെ കുടുംബത്തിലെ പാവങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ ഒരു മദ്രസയുടെ നിർമ്മാണം, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ നിർമ്മാണം, ഏത് വിഷയമായാലും ഇഷ്ടപ്പെട്ട സംഖ്യ കൊടുത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഓരോ ആളുകളുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരും. കാരണം ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു നന്മ മുന്നിൽ വെക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി ദുആ ചെയ്യുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു സൽപ്രവർത്തനം മുന്നിൽ വെക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഇവിടെ നബി തങ്ങൾ പറയുന്നത് വലയൻസഅന്നല്ലാഹു മിൻ ഖുലൂബി അദുവിക്കുമുൽ മഹാബ, നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്, ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള ഭയം അല്ലാഹു എടുത്തു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ എല്ലാ മതങ്ങളെയും പറഞ്ഞപ്പോ മുസ്ലിമീങ്ങളുടെ പേര് മാത്രം പറയാതിരുന്നത്. മുസ്ലിമീങ്ങളുടെ പേര് മാത്രം പറയാതിരുന്നത്. കന്യാകുമാരി മുതൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇവിടെയുള്ള എല്ലാ മതങ്ങൾക്കും ഞാൻ CAB-യിലൂടെ പൗരത്വം നൽകിയിട്ട് അവസാനം NRC നടപ്പാകുമ്പോ
കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ ഗണത്തിൽപ്പെടാത്ത ആളുകളെ പുറത്താക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ കാരണം അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു ഭയം, ഈ ഒരു ബഹുമാനം അല്ലാഹു എടുത്തു കളഞ്ഞതുകൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വലയഖദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഒരു തരം അസുഖം വിട്ടുതരും. മുസ്ലിമീങ്ങളായ ആളുകൾ അവസാന കാലഘട്ടത്തിലുള്ള നമ്മുടെയൊക്കെ അസുഖത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ള അസുഖത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. വലയഖദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയായും അല്ലാഹു തആല ഒരു തരം വഹൻ, ഒരു അസുഖം അല്ലാഹു ഇട്ടുതരുമെന്ന് പറഞ്ഞു. എന്താണ്? സ്വഹാബാക്കൾ ചോദിച്ചു, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ വഹൻ എന്ന് പറഞ്ഞാൽ? എന്താണ് നബിയെ വഹൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറഞ്ഞല്ലോ ഒരു തരം അസുഖം മനുഷ്യന്റെ, മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുമെന്ന്. എന്താണ് വഹൻ എന്ന് ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടു കാര്യമാണ് പറഞ്ഞത്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. ഈ പറയാൻ പോകുന്ന വഹൻ, ഈ പറയാൻ പോകുന്ന ഈ അസുഖം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് എത്രത്തോളം ഈ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. എന്താണ് വഹൻ? നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം, ഭൗതിക സുഖങ്ങൾ, ഭൗതികതയോട്, സുഖലോലുപതയോടുള്ള വല്ലാത്ത താല്പര്യം, ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള ആസക്തി. അതേപോലെ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ ഭയക്കുന്നത്, മരണത്തെ ഭയക്കുന്നത്, മരണത്തെ ഭയക്കും. മരിക്കുമ്പോൾ ആളുകൾ ഭയക്കുന്നത് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്താകുമെന്നുള്ള ഭയമാണ്. എന്റെ ഭാര്യയെ ആര് നോക്കും, എന്റെ മക്കളെ ആര് നോക്കും, എന്റെ സമ്പാദ്യം എന്താവും? ഈ രീതിയിൽ മരണത്തെ ഭയക്കുന്ന ആളുകളായി നമ്മൾ മാറും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന എത്രയോ രക്തസാക്ഷികളുടെ പ്രതിഫലങ്ങളുടെ ഹദീസുകൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഒരു സഹാബി കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തിന്റെ കെട്ട്, ഈത്തപ്പഴത്തിന്റെ കവറ് കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് നേരെ രണാങ്കണത്തിലേക്ക് ചാടിപ്പോയത്. എന്നിട്ട് പറഞ്ഞു, ഈ കയ്യിലുള്ള ഈത്തപ്പഴം തിന്നു തീരുന്നത് വരെ ഞാൻ കാത്തുനിന്നാൽ സ്വർഗത്തിലേക്ക് എത്താൻ വൈകി പോകുമെന്ന് മനസ്സിലാക്കി കയ്യിലുള്ള ഈത്തപ്പഴത്തിന്റെ കവർ വലിച്ചെറിഞ്ഞിട്ട് നേരെ രണാങ്കണത്തിൽ മരിച്ചു, രണാങ്കണത്തിൽ പോയി ഷഹീദായ രക്തസാക്ഷിയായ സ്വഹാബാക്കളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ സ്വഹാബാക്കൾ ഉണ്ടായിട്ടില്ലേ? അതേപോലെ ആദ്യമായി ഭാര്യയുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കുന്നതിനിടയിലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ യുദ്ധത്തിലേക്കുള്ള രണാങ്കണത്തിലേക്കുള്ള ക്ഷണം വരുന്നത്. ആ സമയത്ത് ഒന്ന് കുളിക്കാൻ പോലും സമയം ലഭിക്കാതെ സ്വർഗത്തിലേക്ക് എത്താൻ വൈകുമെന്നുള്ള പേടിയോടെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ മഹാന്മാരായ സ്വഹാബാക്കളില്ലേ? ചെറിയ 14ഉം 15ഉം വയസ്സുള്ള ചെറുപ്പക്കാരെന്ന് പറയാൻ പോലും പറ്റാത്ത കുട്ടികൾ വരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നത് എന്തിന്റെ പേരിലാ? നാളെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്നാൽ ആ പ്രതീക്ഷ, മരണത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയാൽ ജനങ്ങൾ ഭീരുക്കളാവും. മരണത്തെ പേടിച്ചാൽ ആളുകൾ ഭീരുക്കളാകും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു 300 ആളുകളെ തടയാൻ ആയിരങ്ങൾ കടന്നു വന്നാൽ ആ 300 ആളുകൾക്ക് മരണത്തെ ഭയമില്ല. 300 ആളുകൾക്ക് മരണത്തെ ഭയമില്ല. മരിക്കാൻ കുതിക്കുകയാണെങ്കിൽ 1000 ആൾ ഇവിടെ ഉണ്ട്, 1000 ആളുകൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 300 ആളുണ്ട്, ഇവർ പരസ്പര യുദ്ധത്തിന് വന്നാണ്. ഈ 300 ആളുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർക്ക് മരിക്കാൻ കൊതിയാണ്, മരിക്കാൻ കൊതിയാണ്. അപ്പൊ മരിക്കാൻ കൊതിയുള്ള 300 ആളുകൾ 1000തോട് യുദ്ധം ചെയ്താൽ ആരാ തോക്കുക? ആരാ വിജയിക്കുക? കാരണം അവർ മരിക്കാൻ കൊതിയാണ് അവർക്ക്. അവർ എത്ര വെട്ട് കിട്ടിയാലും എത്ര അടി കിട്ടിയാലും അവർ ഓടൂല, കാരണം അവർ മരിക്കാൻ വേണ്ടി വന്നവരാണ്. എന്നാൽ മറ്റുള്ളവർ അങ്ങനെയാണോ? ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെയാണോ? ജീവനിൽ കൊതിയുണ്ടവർക്ക്, ഒരു വെട്ട് കിട്ടി അവർ ഓടും. എന്നാൽ ഈ 300 ആളുകൾക്ക് മരിച്ചാലും കൊള്ളാം, മരിക്കലാണ് ജീവിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് വിശ്വസിക്കുന്നവരാ. അപ്പൊ മരണത്തെ കൊതിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പാരത്രിക ലോകത്തെ സ്വർഗം കൊതിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണത്തെ ഭയം ഉണ്ടാവില്ല. അവർ ഒരിക്കലും ഒരു സ്ഥലത്ത് തോൽക്കില്ല. മരണത്തെ പേടിക്കുന്നവർ,
ഒരാൾ വന്നാലും 5 ആൾ ഓടിപ്പോകും. കാരണം എന്താ? 5 ആൾക്കും മരണത്തെ പേടിയാണ്. ഒരാൾ വാളെടുത്ത് വന്നു, അവർ കയ്യിലൊന്നുമില്ല, കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് മരണത്തെ പേടിയില്ല. ആ 5 ആളുകൾക്ക് മരണത്തെ പേടിയാണെങ്കിൽ ഒരാൾക്ക് 5 ആളുകൾ ഓടിക്കാൻ പറ്റും. കാരണം ഇയാൾ മരിച്ചാലും കുഴപ്പമില്ല, അവർ വെട്ടിയാ പെട്ടട്ടെ, അവർ കുത്തിയാ കൊത്തട്ടെ, അവർ കൊന്നാ കൊല്ലട്ടെ, ഞാൻ മരിക്കാനല്ല വന്നത്. പിന്നെ അവർ ഓടൂല, ഈ ഒരാൾ ഓടൂല, 5 ആളുകൾ ഓടും, പ്രാണനും കൊണ്ടോടും. അതുകൊണ്ട് മരണത്തെ ഭയക്കുന്നവരായി നമ്മൾ മാറിന. നമ്മുടെ പ്രതാപകാലത്ത് അങ്ങനെ ആയിരുന്നില്ല, സ്വഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല, മരിക്കാൻ കൊതിച്ചവരാണ്. രണാങ്കണത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മക്കക്കാരായ ശത്രുക്കൾ അല്ലാഹുവിന്റെ ഹബീബിനെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവർ കടന്നുവാ എന്ന്. ആ സമയത്ത് മദീനക്കാരായ 3 ആളുകൾ ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സമ്മതം ചോദിച്ച് രണാങ്കണത്തിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് അൻസാരികളെയല്ല വേണ്ടത്, മദീനക്കാരെയല്ല വേണ്ടത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ആണുങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വാ. അങ്ങനെ പറഞ്ഞു. അപ്പൊ ആദ്യ നബി തങ്ങൾ പറയുന്നതിന് മുമ്പേ 3 ആളുകൾ ഓടിപ്പോയത് എന്താ? അവർക്ക് മരണത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് 3 ആളുകൾ എണീറ്റ് ഓടിപ്പോയത്. അവർ തിരിച്ചയച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ആളെ വേണ്ടത്, മക്കക്കാരുണ്ടെങ്കിൽ വാ. 3 ആളുകൾ പോയി. ഇതേ രീതിയിൽ മുഅ്മിനീങ്ങളെ, മരണത്തെ ഭയക്കുന്ന കാലത്തോളം നമ്മൾ എല്ലാവരും ഭീരുക്കളാവും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവസാന കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളുടെ 2 പ്രശ്നം ഇതായിരിക്കും. അവർക്കൊരു അസുഖം പിടിപെടാനുണ്ട്, വഹൻ എന്ന് പറയുന്നൊരു അസുഖമാണത്. ആ അസുഖം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, ജീവിക്കാനുള്ള പൂതി. 60 വയസ്സായാലും ഒരാൾക്ക് മരിക്കുന്ന ചിന്തയില്ലാതെ വരുന്നത്, 70 വയസ്സായിട്ടും അയാൾക്ക് മരിക്കണമെന്നുള്ള ചിന്തയില്ല. താടിയും മുടിയുമെല്ലാം കറുപ്പിച്ച് നല്ല ചുള്ളന്മാരെ പോലെ നടക്കുന്ന ആളുകളുണ്ട്. വയസ്സെത്രയായി? 60. വയസ്സെത്രയായി? 70. അയാൾ ഇപ്പോഴും നല്ല ചുള്ളന്മാരെ പോലെ താടി പിടിച്ച് മീശ കറുപ്പിച്ച് മുടി കറുപ്പിച്ച് നല്ല മൊഞ്ചന്മാരായി നടക്കുന്നത്. അഥവാ ഞാൻ ഇപ്പോഴൊന്നും മരിക്കാനായിട്ടില്ല, എനിക്ക് ഇനിയും ഒരുപാട് വയസ്സ് വരാനുണ്ട്, ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുണ്ട് എന്ന ജീവിതത്തോടുള്ള പൂതിയാണ് അവരുടെ നിരയെ അവർ കറുപ്പിച്ച് കളയുന്നത്. സത്യത്തിൽ നിര എന്നുള്ളത് മരണത്തിന്റെ അടയാളമാണ്. നിര ബാധിക്കുക എന്നുള്ളത് മരണത്തിന്റെ അടയാളാണ്. എന്നാ നിരപ്പിക്കാൻ വിടൂല, കാരണം ഞാൻ മരിക്കാനായിട്ടില്ല. മരണത്തെ ഭയമുള്ളവരാണ് നിരയെ മറച്ചു കളയുന്നത്. നിരച്ചോട്ടെ, എന്താ പ്രശ്നം? നമ്മുടെ താടിയും മുടിയും കറുപ്പിച്ചു കളഞ്ഞാൽ മരണം അകലുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നല്ല ചുള്ളന്മാരായി നടന്നതുകൊണ്ട് നമ്മൾക്ക് മരണം അസ്രായിൽ വരാതെ ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ഈ താടിയും മുടിയുമെല്ലാം നമ്മൾ കറുപ്പിച്ചു നടക്കുന്നത്? ഇനി രണ്ടാമതൊരു പ്രപ്പോസൽ വരുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞു കുട്ടികളായി, പിന്നെ എന്തിനാണ് ഈ താടിയും മുടിയുമെല്ലാം വെളുത്തത്, കറുപ്പിച്ചു നല്ല ചുള്ളന്മാരാക്കാൻ ശ്രമിക്കുന്നത്? പുതിയൊരു അന്വേഷണം വരുമെന്ന് തോന്നുന്നുണ്ടോ? കുട്ടികളായില്ലേ, കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ? അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കാത്തതാണ് നമ്മുടെ അപജയത്തിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ആദ്യമായി കറുത്ത മുടിയെ വെളുത്ത മുടിയെ കറുപ്പിച്ചത് ഫിർഔനാണ്. ആദ്യമായി നമ്മുടെ മുടികളെ, വെളുത്തുപോയ മുടികളെ കറുപ്പിച്ചു കളഞ്ഞത്, മുടിക്ക് കറുത്ത ചായം തേച്ചത് ഫിർഔനാണ്. എന്നാൽ വെള്ളമുടി എന്ന് പറയുന്നത്, താടിയും മുടിയും നിരക്കുക എന്ന് പറയുന്നത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി തന്റെ താടിരോമങ്ങളിൽ നിന്ന് ഒരു താടിരോമം നരബാധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഥവാ താടി നിരക്കാന്ന് പറഞ്ഞാൽ, നരബാധിക്കാന്ന് പറഞ്ഞാൽ, അഥവാ ഞാനിതാ വയസ്സനായിരിക്കുന്നു എന്നതിന്റെ അടയാളാണ്. എന്റെ യുവത്വം മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളാണ്. മനസ്സിലായോ? എന്റെ യുവത്വം മാറി, ഞാൻ മരിക്കാനായി എന്ന ഒരു സൂചനയാണ്. ഈ താടിയുടെ നര മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, എന്റെ യൗവന കാലഘട്ടത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ. എന്റെ യൗവന കാലഘട്ടത്തിൽ, എന്റെ യുവത്വത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ എന്ന്
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം താടി രോമത്തിന്റെ നര കണ്ടപ്പോൾ, ആദ്യമായി താടി രോമം നരച്ചത് കണ്ടപ്പോൾ പറഞ്ഞത്, ഒരു കണ്ണിമ വെട്ടുന്ന തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല, എന്റെ യുവത്വം അള്ളാഹുവിന് സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ 60 ആയാലും 70 ആയാലും ആർക്കും പ്രായമാകുന്നില്ല. എല്ലാരും നല്ല ചുള്ളന്മാരാണ്, എല്ലാരും നല്ല ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അതാണ് പറഞ്ഞത്, എല്ലാവരും കറുപ്പിക്കുന്നത് കണ്ട് നമ്മൾ കറുപ്പിക്കാൻ നിൽക്കണ്ട. എല്ലാവരും താടിയും മുടിയുമെല്ലാം കറുപ്പിച്ച് നടക്കുന്നത് കണ്ട് മുസ്ലിമീങ്ങളെ നമ്മളിത് ചെയ്യരുത്. നമ്മൾക്കൊരു ആദർശമുണ്ട്, നമ്മൾക്കൊരു മതമുണ്ട്. ആ മതത്തിന്റെ നിയമമനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അതിന് വിപരീതമായി ചെയ്യുമ്പോഴാണ് നമ്മൾ ചവറായി മാറുന്നത്. കാലത്തിന്റെ കുത്തൊഴുക്കിനനുസരിച്ച് നമ്മൾ നിലപാട് മാറ്റുമ്പോഴാണ് നമ്മൾ ചവറുകളായി മാറുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുക, മരണത്തെ പേടിക്കുക. എന്തിനാണ് നമ്മൾ മരണത്തെ പേടിക്കേണ്ട ആവശ്യമെന്താ? മരണത്തെ പേടിക്കുന്നത് ആരാണ്? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരുന്നവരാണ്, തെറ്റുകൾ സംഭവിക്കുന്നവരാണ് മരണത്തെ ഭയക്കുന്നത്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ശ്രദ്ധിക്കണം, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്റിലെ ഒരു ആയത്താണിത്. ഖാലൂ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ, അഥവാ ഒരാൾ മുസ്ലിമായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച ഒരാൾ പറഞ്ഞാൽ, വാക്കുകൊണ്ട് പറഞ്ഞാൽ മുസ്ലിമാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാവൂല, ഹൃദയം കൊണ്ട് പറയണം. അങ്ങനെ ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരാൾ തുമ്മസ്തഖാമു, പിന്നെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ, തുമ്മസ്തഖാമു. എന്താ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുഅ്മിനാവുക ആദ്യം, മുഅ്മിനായി പിന്നെ എന്താണോ ഇസ്ലാം പറഞ്ഞത് അതേപോലെ ചെയ്ത് ജീവിക്കുക, ഇസ്തിഖാമത്ത്. സുമ്മസ്തഖാമു, പിന്നെ യഥാർത്ഥ മുസ്ലിമായി മാറി. ഒരു മുസ്ലിമായി പിന്നെ ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതുപോലെ അവർ ജീവിക്കാൻ തുടങ്ങുക. അപ്പൊ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല, തെറ്റൊക്കെ ഉണ്ടാവും. ഇസ്തിഖാമൂല് തെറ്റൊന്നും വരാതിരിക്കുന്നില്ല, തെറ്റൊക്കെ ഉണ്ടാവും. പിന്നെ തെറ്റ് വരുമ്പോ കുറ്റബോധം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായോ? തെറ്റുവരും, മനുഷ്യന്റെ ഭാഗത്ത് സ്വാഭാവികമായി തെറ്റുവരാനുള്ള സാധ്യതയുണ്ട്. തെറ്റുവരുമ്പോൾ തിരുത്താനുള്ള മനസ്സ്, തെറ്റുവരുമ്പോൾ കുറ്റബോധം ഉണ്ടാവുക. പടച്ചോനെ, ഞാനൊരു തെറ്റുകാരനായില്ല റബ്ബേ, എന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയല്ലോ, നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാ, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ തയ്യാറാവുക. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാ തീരെ തെറ്റ് ചെയ്യൂലെന്നില്ല. അള്ളാഹുവിന്റെ ഹബീബാണ് അവസാനമായി ഒരു മഅസൂം വന്നത്. തീരെ തെറ്റു ചെയ്യാത്ത ഒരാൾ അല്ലാഹുവിന്റെ ഹബീബാണ്. തീരെ തെറ്റ് ചെയ്യാത്ത ഒരാൾ അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മഅസൂമീങ്ങളില്ല. ജീവിതത്തിൽ തെറ്റു വരാത്തവരെ അല്ലാഹു പറഞ്ഞയച്ചിട്ടില്ല. മനസ്സിലായോ? ജീവിതത്തിൽ തെറ്റു വരാത്ത ഒരാളെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം അല്ലാഹു പറഞ്ഞയച്ചിട്ടേ ഇല്ല. അവസാനത്തെ മഅസൂം പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യനാകുമ്പോ സ്വാഭാവികമായി തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തെറ്റുകൾ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലം യുസിറു അലാ മാ ഫഅലു, തെറ്റുകൾ നിരന്തരമായി ആവർത്തിക്കാൻ പാടില്ല. തെറ്റുവരും, അറിയാതെയോ അറിഞ്ഞിട്ടോ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ മറന്നിട്ടോ തെറ്റുവരും. പക്ഷേ തെറ്റ് വരുമ്പോൾ നിരന്തരമായി ആ തെറ്റുകളെ ആവർത്തിക്കാൻ പാടില്ല. വലം യുസിറു അലാ മാ ഫഅലു, ചെയ്യുന്ന തെറ്റുകൾ നിരന്തരമായി ആവർത്തിക്കാൻ പാടില്ല. ഒരു തെറ്റു വന്നു പോയാൽ ഉടനെ തന്നെ ബോധോദയം ഉണ്ടാവണം, ഉടനെ തന്നെ കുറ്റബോധം ഉണ്ടാവണം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു. അഥവാ മുത്തഖീകൾ എന്ന് പറയുന്നത്, ഇസ്തിഖാമത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ,
പൈശാചികമായ ചിന്തകൾ അവരെ ബാധിച്ചാൽ, അഥവാ മനുഷ്യനെ തെറ്റിലേക്ക് ക്ഷണിക്കുന്നത് പിശാചാണ്, അഥവാ മനുഷ്യന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയാൽ തദക്കറൂ, ഉടനെ അവർ ബോധവാന്മാരാകും. തെറ്റ് വന്നു പോയാൽ ഉടനെ അവർ ബോധവാന്മാരാകും. തെറ്റിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നാൽ വരെ അവർ കുറ്റബോധമുള്ള ആളുകളായി മാറും. തെറ്റ് വന്നാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരായി മാറും. ഇനി ആവർത്തിക്കില്ല എന്ന് ഹൃദയം കൊണ്ട് ഉറപ്പിക്കുന്നവരാകും. വന്ന തെറ്റുകളെ നിസ്സാരമായി യാതൊരു ബോധമില്ലാതെ ലാഘവത്തോടെ കാണൂല. അവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ അവർ നിൽക്കൂല. ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ നിൽക്കൂല. തഖ്വയുള്ള ആളുകൾ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ തിരുത്താൻ തയ്യാറാണ്, അല്ലാഹുവേ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കൂല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ മുത്തഖീങ്ങളായ ആളുകൾ തയ്യാറാവും. ആ മുത്തഖി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ആളൊന്നുമല്ല, മനസ്സിലായില്ലേ? മുത്തഖി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ആളൊന്നുമല്ല, തെറ്റ് വരുമ്പോ അള്ളാഹിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ സുമ്മസ്തഖാമൂ, പിന്നെ അവർ നേരായ വഴിയിലൂടെ, ചൊവ്വായ പാതയിലൂടെ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ അവർ തയ്യാറാകും. എന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുമെന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, വകറാഹിയത്തുൽ മൗത്ത് എന്നല്ലേ പറഞ്ഞത്? മരണത്തെ ഭയക്കുമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മരണത്തെ ഭയക്കുന്നത്? ഖബറിലേക്ക് ഒന്നും ഒരുക്കി വെക്കാത്തത് കൊണ്ടാണ് മരണത്തെ ഭയക്കുന്നത്. സ്വാഭാവികമായൊരു മനുഷ്യൻ ഇവിടത്തെക്കാളും സുഖം ഖബറിലാണെന്നറിഞ്ഞാൽ ഖബറിനെയല്ലേ ഇഷ്ടപ്പെടുക? അല്ലേ? നിങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്താൻ, പുതിയൊരു വീട്ടിലേക്ക് മാറാൻ. പഴയ തറവാട് വീട്, ഒരു ഇടുങ്ങിയ, ഒരു ഓടിട്ട, അരണ്ട വെളിച്ചമുള്ള, ഇരുട്ടുള്ള, മര്യാദക്കൊന്ന് ചെരിയാനും അറിയാനും പോലും കഴിയാത്ത, എയർ സർക്കുലേഷൻ ഇല്ലാത്ത ഒരു പഴയ വീടിൽ നിന്ന് നിങ്ങൾ നല്ല 2000-3000 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഇറ്റാലിയൻ മാർബിളൊക്കെ ചെയ്ത് അടിപൊളി വീട്ടിലേക്ക് നിങ്ങൾ വീട് മാറാൻ. അങ്ങനെ മാറുമ്പോൾ നിങ്ങൾ കരയോ? ബേജാറിൽ, ടെൻഷനിൽ, കുറച്ചോനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബേജാറിൽ കരയോ? 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 ഇല്ല. ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ കരയില്ലേ? കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഡിറ്റൻഷൻ സെന്ററിലേക്ക് പോരത്തില്ലാതെ കൊണ്ടുപോകുമ്പോൾ പേടില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീടിനേക്കാളും ബുദ്ധിമുട്ടാണ് അവിടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിനേക്കാളും ബുദ്ധിമുട്ടാണ് ഡിറ്റൻഷൻ സെന്ററിൽ. വലിയ ഒരു തടങ്കൽ പാളയത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഉണ്ടാവും. ആണുങ്ങൾ വേറെ ആയിരിക്കും, പെണ്ണുങ്ങൾ വേറെ ആയിരിക്കും, കുട്ടികൾ വേറെ ആയിരിക്കും. ഉമ്മയ്ക്കും മക്കൾക്കും ഒന്നിച്ചിരിക്കാൻ പറ്റൂല. ഒരു ഗ്രില്ലിന്റെ ആ ഒരു മറയിൽ അപ്പുറത്ത് കുട്ടിയും ഇപ്പുറത്ത് ഉമ്മയും നിന്നിട്ട് പാല് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരും. ഡിറ്റൻഷൻ സെന്ററിൽ അതാണ് അവസ്ഥ. ഭക്ഷണം നേരാവണ്ണം കിട്ടൂല. അവിടെ മാരകമായ രോഗങ്ങൾ പിടിപ്പെടും ആളുകൾക്ക്. പകർച്ചവ്യാധി പിടിപ്പെടും. ഉറങ്ങുമ്പോൾ ഇന്നത്തെ ബെഡൊന്നും ഉണ്ടാവില്ല, ഒരുപക്ഷെ ഫാനൊന്നും ഉണ്ടാവില്ല, ഉണ്ടതൊന്നും ജീവിക്കേണ്ടി വരും ഡിറ്റൻഷൻ ക്യാമ്പ്. അതുകൊണ്ടാണ് നമ്മൾ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ പേടിയാവുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക, അമിത്ഷാ ഈ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നല്ല സൗകര്യമുള്ള, നല്ല ഒരു ഈ ഇന്ത്യ രാജ്യത്ത് നേരെ പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് നല്ല സൗകര്യമുള്ള ഒരു നാട് തരാന്ന് പറഞ്ഞാൽ എല്ലാവരും അമിത്ഷാക്ക് വേണ്ടിയിട്ട് കൂലു തക്ബീർ എന്ന് പറയില്ലേ? അപ്പൊ അതാണ് ഖബറിലേക്ക് പോകാൻ പേടി. എന്താ? അതന്നെ, അവിടെ പേടി. അവിടുത്തെ കഥ ആലോചിക്കുമ്പോൾ പേടിയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖബർ എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഖബറിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് ഉറപ്പുള്ള സംഭവമാണ്, യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നിരന്തരമായി ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബ്ർ, ലാ ഇലാഹ ഇല്ലാ അൻത. സുബൈക്ക് ശേഷം 3 തവണ, മഗ്രിബിന്റെ ശേഷം 3 തവണ നബി തങ്ങൾ ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥനയാണ്. കഴിയുന്ന ആളുകളൊക്കെ കാണാതെ പഠിച്ചിട്ട് ദുആ ചെയ്തോളൂ. കഴിയുന്ന ആളുകളൊക്കെ കാണാതെ പഠിച്ചിട്ട് ദുആ ചെയ്തോളൂ. കാരണം ഇതിലെല്ലാം ഉണ്ട് ഈ ദുആയിൽ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി എന്ന് പറഞ്ഞാൽ
അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണേ അല്ലാ, എൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, അല്ലാഹുവേ എൻ്റെ ചെവിക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ, ചെവിയുടെ കേൾവി ശക്തി നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുവേ എൻ്റെ കണ്ണിന് നീ ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാ, കണ്ണിന്റെ കാഴ്ച ശക്തി നീ നിലനിർത്തി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുവേ കുഫ്റിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ. വൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും നീ എന്നെ കാക്കണേ അല്ലാ. എന്തല്ലായി? മരണം വരെ ആരോഗ്യം കിട്ടണം, മരണം വരെ ഈമാൻ കിട്ടണം, മരണം വരെ സമ്പത്തും കിട്ടണം. 3 ഉൾപ്പെട്ടില്ലേ? ഇനി മരണശേഷം പിന്നെ പറഞ്ഞു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിന്റെ അദാബിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാ. നാളെ മഹ്ശറയിലേക്ക് എത്തിയാൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ഒരാളുടെ ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് ഖബറാണ്. ഖബറിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടാൽ അതിന്റെ ശേഷമുള്ളതെല്ലാം എളുപ്പമായിരിക്കുമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖബറെന്ന് കേൾക്കുമ്പോൾ ഞാൻ കരയാനുള്ള കാരണം, ഞാൻ ഭയക്കാനുള്ള കാരണം, ഞാൻ പേടിക്കാനുള്ള കാരണം, ഒരു മനുഷ്യന്റെ പാരത്രിക ലോകത്തെ ബർസഖിയായ ലോകത്തെ ആദ്യത്തെ വീടാണ് ഖബർ എന്നുള്ളത്. ആ ഖബറിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടാൽ പിന്നെ അയാൾക്ക് പേടിക്കാനില്ല. ഖബറിൽ ഒരാൾ തോറ്റുപോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയുന്നത്. മഹ്ശറയെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ കരയാറില്ല, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാറില്ല, സിറാത്തിനെ കുറിച്ചോ മീസാനോ കേൾക്കുമ്പോൾ ഞാൻ കരയാറില്ല. ഖബറിനെ കുറിച്ച് കരയാനുള്ള കാരണം, ഖബർ എന്ന് കേട്ടാൽ ഞാൻ കരയാനുള്ള കാരണം, ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. അപ്പൊ ഈ ദുആയിലെല്ലാം ഉൾപ്പെട്ടില്ലേ? ഒരു മനുഷ്യൻ എന്താ വേണ്ടത്? ആരോഗ്യം വേണം, അതിൽ പെട്ടു. പിന്നെ ഒരു മനുഷ്യന് കണ്ണിന്റെ കാഴ്ച ശക്തി, അത് പെട്ടു, ആരോഗ്യത്തിൽ തന്നെ അതൊക്കെ പെട്ടു. ചെവിയുടെ കേൾവി ശക്തി, അതും ആരോഗ്യത്തിൽ പെട്ടു. എന്നാലും അത് ഖാസായിട്ട് പറയാൻ പിന്നെ പറഞ്ഞു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫർ, അല്ലാഹുവേ എൻ്റെ ഈമാൻ നീ മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. വൽ ഫഖർ, അല്ലാഹുവേ എൻ്റെ സമ്പാദ്യം നീ മരണം വരെ നിലനിർത്തി തരണേ അല്ലാ, എന്നെ നീ ദരിദ്രനാക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ജീവിതത്തിലും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുആ കാണാതെ പഠിച്ചോളല്ലേ. എന്നിട്ട് മഗ്രിബിന്റെ ശേഷം 3 തവണയും സുബഹിക്ക് ശേഷം 3 തവണയും എല്ലാവരും ദുആ ചെയ്തു. ഒന്നുറക്ക ദുആ ചെയ്യൽ എല്ലാവർക്കും. അല്ലാഹുമ്മ, ഉറക്ക ചെയ്യും, ഞങ്ങളെ ആണുങ്ങളൊന്നും സൗണ്ട് പോരല്ല. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത. ഇതിനെ 3 തവണ ആവർത്തിക്കാറുണ്ടായിരുന്നു. യുഈദുഹാ സലാസൻ ഇദാ അസ്ബഹ വ ഇദാ അംസാ, സുബഹി നിസ്കാരത്തിന്റെ ശേഷം 3 തവണ ഇതിനെ ആവർത്തിക്കാറുണ്ട്. മഗ്രിബിന്റെ ശേഷം 3 തവണ ഇതിനെ ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ദുആ നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. കാരണം ഇതിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, സമ്പത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, ഈമാനിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ദുനിയാവായി. ഇനി നാളെ ആഖിറത്തിലെത്തിയാൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയുമുണ്ട്. അർത്ഥമറിഞ്ഞുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തോളൂ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദുആയാണിത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തേ ഒരാൾ മരണത്തെ ഭയക്കുന്നത്? മരണത്തെ ഭയക്കാനുള്ള കാരണം ഖബർ ജീവിതത്തെ ഓർത്തിട്ടാണ്.
ഖബറിലെത്തിയാൽ അവിടെ ശിക്ഷയുണ്ടാകുമെന്ന്, മുൻകർ നകീറിന്റെ ചോദ്യമുണ്ടാകുമെന്ന്, ഇഴജന്തുക്കളും പാമ്പുകളും തേളുകളും വിഷസർപ്പങ്ങളും ഉണ്ടാകുമെന്ന്, ഖബർ ഇടുക്കുമെന്ന്, നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന്. എന്നാൽ ഇതിനെല്ലാം പകരം ഖബർ നിങ്ങളുടെ വീടിനേക്കാളും വലിയ വീടാണെങ്കിൽ, നിങ്ങളുടെ വീടിനേക്കാളും വെളിച്ചമുള്ള വീടെങ്കിൽ, നിങ്ങളുടെ വീടിനേക്കാളും സൗകര്യമുള്ള വീടാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഇണ എവിടെയുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കൾ എവിടെയുണ്ടെങ്കിൽ, നിങ്ങളുടെ അയൽവാസികളെക്കാളും നല്ല അയൽവാസികൾ എവിടെയുണ്ടെങ്കിൽ, അഥവാ ഖബർ സ്വർഗമാണെങ്കിൽ നിങ്ങൾക്ക് ഖബറാണോ ഇഷ്ടം അല്ല വീടാണോ? ഏതാ ഇഷ്ടം? നിങ്ങളുടെ ഇപ്പോഴുള്ള ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ കിട്ടും എന്ന് പറഞ്ഞാൽ വേഗം എന്നെ ഖബറിൽ കൊണ്ടാക്കുമെന്ന് പറയില്ലേ അല്ലേ? ഇപ്പോഴുള്ള ഈ ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ വെച്ച് തരാന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ നിൽക്കും ആരെങ്കിലും? ഒന്ന് വേഗം കൊണ്ടാക്കും ഉസ്താദ് എന്നല്ല പറയാ. എന്നാ ഖബറിൽ ജീവിച്ചോട്ടെ, ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നല്ല പറയാ. അതേപോലെ പെണ്ണുങ്ങൾ, നിങ്ങൾ ചിരിക്കേണ്ട പെണ്ണുങ്ങൾ അതേപോലെ ഈ പുതിയാപ്പിളിനെക്കാൾ നല്ല പുതിയാപ്പിള തരാൻ ഖബറിൽ എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം ഖബറായിരിക്കൂലേ? അല്ല, ഇയാളെ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതുകൊണ്ട് തൽക്കാലം ഖബറിൽ പോയിട്ട് നല്ല പുതിയാപ്പിളിന്റെ കൂടെ ജീവിക്കാം. നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കളെ ഖബറിൽ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനേ നമ്മുടെ ഈ മക്കൾ? നിങ്ങളുടെ അയൽവാസികളെക്കാളും നല്ല അയൽവാസികൾ, കുശുമ്പില്ലാത്ത, കുറുമ്പില്ലാത്ത, ചുടിയില്ലാത്ത, അസൂയയില്ലാത്ത, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുമായി നല്ല നേരം പോക്കാക്കുന്ന, ടൈം പാസ് ഉണ്ടാക്കുന്ന നല്ല അയൽവാസികളെ ഖബറിൽ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ അയൽവാസികളെക്കാളും നല്ലത് ഖബറല്ലയോ? നിങ്ങളുടെ വീടിനേക്കാളും വിശാലമുള്ള വീട്, നിങ്ങളുടെ വീടിനേക്കാളും വിശാലമുള്ള വീടാക്കി ഖബറിനെ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഖബറല്ലേ നല്ലത്? അപ്പൊ ഖബറെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഖബറ് ഒന്നുകിൽ നരകമാണ്, അല്ലെങ്കിൽ സ്വർഗമാണ്. ഇത് രണ്ടേ ഖബറുണ്ടാവുള്ളൂ. ഒന്നുകിൽ നരകമാണ്, അല്ലെങ്കിൽ സ്വർഗമാണ്. സ്വർഗമാവാൻ എന്താ പരിപാടി? ആ പണി നമ്മൾ എടുത്താൽ മതി. സ്വർഗമാവാനുള്ള പണി നമ്മൾ എടുത്താൽ മതി. ഖബർ സ്വർഗമാവാനുള്ള പണി എന്താണ്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ, അഥവാ ഒരാൾ മുസ്ലിമായാൽ പിന്നെ സുമ്മസ്തഖാമു, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായി. അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലാല് ചെയ്തു, സുന്നത്ത് ചെയ്തു, ഹറാമിൽ നിന്ന് വിട്ടുനിന്നു. പിന്നെ ഹറാം ജീവിതത്തിൽ വന്നുപോയാൽ അല്ലാഹ് പറഞ്ഞു തൗബ ചെയ്യണമെന്ന്, തൗബ ചെയ്തു. മനസ്സിലായോ? തെറ്റ് വന്നുപോയാൽ അല്ലാഹ് പറഞ്ഞു തൗബ ചെയ്യണം. അപ്പൊ അല്ലാഹ് പറഞ്ഞ പോലെ ആയില്ലേ? തൗബ ചെയ്യാതിരിക്കുന്നത് അല്ലാഹ് പറഞ്ഞതിന് വിപരീതമാണ്. തൗബ എന്ന സാധനം എന്തുകൊണ്ട് അല്ലാഹ് തന്നത്? തൗബ എന്ന സാധനം എവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇനിപ്പുറത്ത് തെറ്റുണ്ടാവും? തെറ്റുണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടല്ല അല്ലാഹ് തൗബ എന്നൊരു ഓപ്ഷൻ വെച്ചത്. തെറ്റേ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തൗബ എന്ന ഓപ്ഷൻ അല്ലാഹ് തരുമോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒരു രാത്രി ഉള്ളതുകൊണ്ടല്ലോ പുറത്ത് പകലുള്ളത് അല്ലെ? രാത്രി ഇല്ലേ ഇല്ല, അല്ലെങ്കിൽ പകലില്ലേ ഇല്ല. അങ്ങനെ രണ്ട് മാറി മാറി വരുന്നില്ല. പകലില്ലെങ്കിൽ പിന്നെ രാത്രിക്ക് എന്ത് പ്രസക്തി? രാത്രി ഇല്ലെങ്കിൽ പകലിനെന്ത് പ്രസക്തി? അതേപോലെ തെറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ തൗബ എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാഹു തന്നത്. തെറ്റ് തീരെ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തൗബ എന്നൊരു ചാൻസ് അത് തരുമോ? തരൂല. തെറ്റേ ചെയ്യാൻ പാടില്ല എന്ന് പറയല്ല. തെറ്റ് വന്ന കായൽ കൊത്തും കൈ കൊത്തും എന്നാ പറയാ. തെറ്റ് വന്നാൽ നിങ്ങൾ ഞാൻ നരകത്തിലൂടെ എന്നാ പറയാ. അങ്ങനെയല്ല അല്ലാഹ് പറഞ്ഞത്. തെറ്റ് വന്നാൽ നിങ്ങൾ തൗബ ചെയ്യാ. തൗബ ചെയ്താൽ അല്ലാഹ് സ്വർഗം തരും. തെറ്റ് വന്നിട്ടും തൗബ ചെയ്യാതിരുന്നാൽ അല്ലാഹു മാപ്പ് തരൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. മനസ്സിലായോ? തെറ്റ് വന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവുക. തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതിരിക്കൽ അഹങ്കാരമാണ്. തെറ്റു ചെയ്തിട്ട് തൗബ ചെയ്യാതിരിക്കൽ ധിക്കാരമാണ്. തെറ്റു ചെയ്തിട്ടതിനെ ന്യായീകരിക്കൽ അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ നിൽക്കാതെ, അള്ളാഹുവേ എന്റെ ഭാഗത്ത് തെറ്റു വന്നുപോയി എന്ന കുറ്റബോധത്തോടുകൂടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ
മരണസമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വരുമെന്നാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നമ്മോട് പറയുന്നത് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അല്ലാ തഖാഫൂ, മരിക്കാൻ കിടക്കുന്ന നമ്മുടെ അടുത്തേക്ക് മലക്ക് വരികയാണ്. അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ട. പേടിക്കണ്ട എന്ന് പറയുമ്പോ അവിടെ ഒരു പേടി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? മരിക്കുമ്പോ ആളുകൾക്ക് പേടി ഉള്ളത് കൊണ്ടല്ലേ പേടിക്കണ്ട എന്ന് പറയുന്നത്. എന്തിനാ മനുഷ്യൻ പേടിക്കാം? എന്തിനാ മനുഷ്യൻ പേടിക്കാം? ഒന്നുകിൽ ഖബറിന്റെ അദാബിനെയാണ് പേടിക്കുന്നത്, ആ പേടി നിങ്ങൾക്ക് വേണ്ട. ഖബറിനെ നിങ്ങൾ പേടിക്കണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. എന്താണ് ഒരാൾക്ക് ദുഃഖം? മരിക്കുമ്പോൾ എന്താ ദുഃഖം ഉണ്ടാവുക? ഭാര്യ ഇവിടെ പറയുന്നു, മക്കൾ ഇവിടെ പറയുന്നു, വീട് ഇവിടെ പറയുന്നു, കുടുംബത്തെ ഇവിടെ പറയുന്നു. ആ ദുഃഖവും വേണ്ട. നിങ്ങളെക്കാളും നല്ല ഭാര്യ ഇവിടെ ഉണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്. പിന്നെന്തിനാ ദുഃഖം? മയ്യിത്ത് നിസ്കാരത്തിൽ ഒരു ദുആ ഇല്ലേ? എന്താ ദുആ? അല്ലാഹുമ്മഗ്ഫിർ ലഹു വറഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വവസ്സിഅ മദ്ഖലഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? വവസ്സിഅ മദ്ഖല, അല്ലാഹുവേ ഇയാൾ പ്രവേശിക്കുന്ന സ്ഥലത്തെ നീ വിശാലമാക്കണേ. ഈ ദുആ നബി തങ്ങൾ നമ്മോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഖബർ വിശാലമാകുമെന്നല്ലേ? വവസ്സിഅ മദ്ഖല, നമ്മൾ മയ്യിത്തിനെ മുമ്പിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. മയ്യിത്ത് മുമ്പിലുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ വസ്സിഅ മദ്ഖല, അല്ലാഹുവേ ഇയാളുടെ ഖബറെടുത്ത് നീ വിശാലമാക്കണേ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബർ വിശാലമാകുമെന്നല്ലേ അർത്ഥം? ഈ മരിച്ച ഏത് തെമ്മാടിന്റെ ഖബറല്ല ഞാൻ പറയുന്നത്. നല്ല മയ്യിത്താണെങ്കിൽ വിശാലാകുന്നല്ല അർത്ഥം. വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ് വനഖിഹി മിനൽ ഖതായാ കമാ യുനഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ് അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. മയ്യിത്തിന് മുമ്പിൽ വെച്ചിട്ട് ദുആ ചെയ്യാൻ ആരാണ് ഈ കിടക്കുന്നതെന്നറിയോ? 10,000 സ്ക്വയർ ഫീറ്റിന്റെ വളരെ മനോഹരമായ 5 കോടിയുടെ വീടിൽ ജീവിച്ച ഒരാളാണ് ഇവിടെ കിടക്കുന്നത്. 10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മനോഹരമായ സെന്റർ AC സംവിധാനങ്ങൾ കൊണ്ട് കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഭംഗിയോടുകൂടി നിർമ്മിച്ച മനോഹരമായ കൊട്ടാരത്തിൽ ജീവിച്ച ഒരു മുത്തഖിയായ മനുഷ്യൻ. മനോഹരമായ കൊട്ടാരത്തിൽ ജീവിച്ച, ഉദ്യാനങ്ങളും പൂന്തോട്ടങ്ങളും കൊണ്ട് അലങ്കൃതമാക്കിയ ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് വളരെ ഭംഗിയോടുകൂടി സജ്ജീകരിച്ച CC ക്യാമറകളും അതേപോലെ സെന്റർ ACയും അതേപോലെ ലിഫ്റ്റ് സംവിധാനങ്ങളും എല്ലാം ഒരുക്കി മനോഹരമായ കർട്ടനുകളും പരവതാനിയും കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരു മുത്തഖിയായ മനുഷ്യൻ. അടിച്ചു പൊളിച്ച് ജീവിച്ച മുത്തഖിയായ മനുഷ്യൻ, അങ്ങനെ പറയാലോ. അങ്ങനെ അടിച്ചു പൊളിച്ചവർക്ക് തെമ്മാടിയാണെന്നുണ്ടോ? അല്ല, അടിച്ചു പൊളിച്ച് ജീവിച്ച മുത്തഖിയായ മനുഷ്യൻ, അയാളാണ് ഇവിടെ കിടക്കുന്നത്. അയാൾക്കാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി, അല്ലാഹുവേ ഇയാളുടെ വീടിനേക്കാളും വലിയ വീടാക്കി ഖബറിനെ മാറ്റണേ അല്ലാഹ്. ഇയാളുടെ വീടിനേക്കാളും വലിയ വീടാക്കി ഖബറിനെ മാറ്റണേ. ഇയാളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര? 10,000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഖബർ എത്ര? മിനിമം എത്ര ആവും? 10,500 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഖബറാവും. മനസ്സിലായോ? നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദുആയാണിത്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. ഇയാൾ മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ, മിനിമം 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടിലാണ് അയാൾ കിടക്കുന്നതെങ്കിൽ ഇനി പോകാൻ പോകുന്ന ഖബർ 10,500 സ്ക്വയർ ഫീറ്റ് മിനിമം ഉണ്ടാകും. കാരണം എന്താണ് ദുആ ചെയ്യാൻ പറഞ്ഞത്? അല്ലാഹുവേ ഇയാളുടെ വീടിനേക്കാളും നല്ല വീട് നീ കൊടുക്കണേ അല്ലാഹ്. അപ്പൊ വീട്ടിലില്ലാത്ത സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. എങ്കിലല്ലേ വീടിനേക്കാൾ ഉഷാറാവുക. വീടിലുള്ളതിനേക്കാളും സൗകര്യം അല്ലാഹ് ഖബറിൽ കൊടുക്കും. പിന്നെന്താ പറഞ്ഞത്? വഅബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി. അല്ലാഹുവേ ഈ മരിച്ചു കിടക്കുന്ന ഇയാളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യയെ നീ കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഇയാൾ തന്നെ നല്ലൊരു സുന്ദരിയെ, നാട്ടിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ നോക്കിയിട്ടാ കെട്ടിയത്. എന്നാൽ ഖബറിലെത്തിയാൽ അതിനേക്കാളും സൗന്ദര്യമുള്ള ഇണയെയാണ് അല്ലാഹു ഇയാൾക്ക് നൽകാൻ പോകുന്നത്. ഇവിടെ തന്നെ നല്ല സ്വഭാവമുള്ള പെണ്ണാണ്, എന്നാൽ അവിടെ എത്തിയാൽ അതിനേക്കാളും നല്ല സ്വഭാവമുള്ള പെണ്ണായിരിക്കും, ഇണയായിരിക്കും ഖബറിൽ ഉണ്ടാവുക. അല്ലാഹുമ്മ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി. പിന്നെ പറഞ്ഞു അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി. അല്ലാഹുവേ ഇയാളുടെ കുടുംബത്തെക്കാളും മക്കളെക്കാളും നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. പിന്നെ പറഞ്ഞു വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി. അല്ലാഹുവേ അയൽവാസികളെക്കാളും നല്ല അയൽവാസികളെ കൊടുക്കണേ അല്ലാഹ്. ഇവിടെ നമ്മുടെ അയൽവാസികൾ എല്ലാ വിഷയങ്ങളിലും നമ്മെ തകർക്കാൻ നിൽക്കുന്ന, നമ്മെ അസൂയയോടെ കാണുന്ന ആളുകളാണെങ്കിൽ
അവിടുത്തെ അയൽവാസികൾ നല്ലവരായ സ്വാലിഹീങ്ങളായിരിക്കും. ഇയാളുടെ ഖബറിലെ അയൽവാസികൾ എങ്ങനെയായിരിക്കും? അവരുടെ അർവാഹ്, അവരുടെ ആത്മാക്കൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയും ചെയ്യും ഖബറിൽ വെച്ചിട്ട്. اللهم أبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه اللهم أعذه من عذاب القبر وأدخله الجنة يا رب العالمين. അഥവാ തഖ്വയോടുകൂടി ജീവിച്ച ഒരാളോട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് പറയാണ്, അല്ലാ തഖാഫു, നിങ്ങൾക്ക് പേടി വേണ്ട. പേടി ഖബറിനെ കുറിച്ചല്ലേ, ഖബർ സ്വർഗ്ഗമാക്കിയിട്ടുണ്ട്. പിന്നെ വലാ തഹ്സനു, കുടുംബത്തെ കുറിച്ചല്ലേ വിഷമം, ഭാര്യയെ വേർപിരിയുന്നത്, മക്കളെ വേർപിരിയുന്നത്, മാതാപിതാക്കളെ വേർപിരിയുന്നത്. ഇവിടത്തെ കുടുംബത്തെക്കാളും നല്ല കുടുംബം ഖബറിൽ ഉണ്ടാകും. നല്ല നേരം പോക്കാക്കുന്ന കുടുംബം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവർ, വെറുപ്പിക്കാത്തവർ, ചൊടിപ്പിക്കാത്തവർ, പിന്നാലെ കൂടി സ്വൈരം തരാത്തവരല്ല. 24 മണിക്കൂറും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നല്ല കുടുംബത്തെ ഖബറിൽ നിങ്ങൾക്ക് നൽകാമെന്ന് മാലാക്കമാര് പറയുമെന്ന് പറയുന്നത് ഞാനല്ല, പരിശുദ്ധമായ ഖുർആനാണ്. അപ്പൊ പിന്നെന്തിനാ മരണത്തെ പേടിക്കേണ്ട ആവശ്യം? മരിക്കാൻ വേണ്ടി കൊതിക്കല്ലേ ചെയ്യാ, മരണത്തെ കൊതിക്കല്ലേ ചെയ്യാ, അല്ലേ അല്ലേ? മരണത്തെ കൊതിക്കല്ലേ ചെയ്യേണ്ടത് സത്യത്തിൽ. അപ്പൊ നമ്മള് തഖ്വയോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചാൽ മരണത്തെ കൊതിക്കുന്നവരാകും. നേരെ മറിച്ച് നമ്മുടെ അവസ്ഥ എന്തായി? അള്ളാഹുവിനെ പേടിയില്ലാത്ത ഒരു കൂട്ടമായി നമ്മൾ മാറി. ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവരായി നമ്മൾ മാറി. ഖുർആൻ പാരായണം നമ്മൾക്കില്ല. നിസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കാറില്ല. ഇനി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കാറില്ല. ജനങ്ങളോട് മാന്യമായി പെരുമാറാറില്ല. ജനങ്ങളോട് മാന്യമായി സംസാരിക്കാറില്ല. അയൽവാസികളോട് മാന്യമായി പെരുമാറാറില്ല. കുടുംബങ്ങളോട് മാന്യമായി പെരുമാറാറില്ല. വാക്കുകൊണ്ട് ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഒരു മുസ്ലിമായി ജീവിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു തആല ഖബറിൽ വെച്ച് നമ്മെ ശിക്ഷിച്ചാൽ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, നിങ്ങൾ എന്നെ ചീത്ത പറയണ്ട, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട, എന്നെ നിങ്ങൾ ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടുകയും വേണ്ട. വലൂമു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് തന്നെ ദേഷ്യപ്പെട്ടോളൂ എന്നാണ് അല്ലാഹു നമ്മോട് പറയുന്നത്. കാരണം എങ്ങനെ ജീവിക്കണമെന്നുള്ള വ്യക്തമായ മാർഗരേഖ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് അതനുസരിക്കാത്തതിന്റെ പേരിലാണ് നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, എന്നെ ചീത്ത പറയണ്ട. നിങ്ങൾ ചീത്ത പറയേണ്ടത് നിങ്ങളെ തന്നെയാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് തൻഭേടമുള്ളവൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ലോകത്തേക്ക് ഒരുങ്ങുന്നവനാണ്. ഖബറിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. ഖബറിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. ഇവിടുത്തെ ജീവിതം ഒരു 60 വർഷമാണ്. ഒരുപക്ഷെ 40-ൽ തന്നെ പോയേക്കാം, ഒരുപക്ഷെ 20-ൽ തന്നെ പോയേക്കാം, 15 പോലും കടക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ യഥാർത്ഥ ജീവിതം ഖബറാണെന്നുള്ള ചിന്തയോടെയാണ് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തേണ്ടത്. നേരെ മറിച്ച് ഖബറിനെ കുറിച്ച് ചിന്ത നൽകാൻ നമ്മുടെ മാതാപിതാക്കൾക്കാകുന്നില്ല. ആകെ ഭൗതികമായ സുഖങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നാലിന്ന് ജോലി വാങ്ങണം, ഇന്നാലിന്ന് ശമ്പളം വാങ്ങണം, പഠിച്ചു നല്ല ഉഷാറാവണം, നല്ല ജോലിയുള്ളവനാവണം, നല്ല വരുമാനമുള്ളവനാവണം എന്നിങ്ങനെ വലിയ വീടെടുക്കുന്ന സ്വപ്നങ്ങള്, വലിയ വാഹനങ്ങൾ എടുക്കുന്ന സ്വപ്നങ്ങള്, ദുനിയാവിന്റെ സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള ചിന്തകളല്ലാതെ മോനെ ഖബർ എന്ന ലോകം വരാനുണ്ട്, ഖബർ എന്നുള്ള ലോകം വരാനുണ്ട്. ആ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടിയാവണം എന്റെ മോനെ നീ കഠിനാധ്വാനം ചെയ്യേണ്ടത്. പാരത്രിക ലോകത്ത് രക്ഷപ്പെടാനാവണം പൊന്നുമോനെ നീ കഠിനാധ്വാനം ചെയ്യേണ്ടത് എന്ന് മാതാപിതാക്കളിൽ നിന്ന് വളരെ ചെറുപ്പത്തിലെ ഇൻസ്ട്രക്ഷൻ ലഭിച്ചാൽ, നിർദ്ദേശം ലഭിച്ചാൽ മക്കൾക്ക് ഖബറിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ, ആ കുട്ടികളോട് മാതാപിതാക്കൾ നൽകേണ്ട നിർദ്ദേശം എന്താണ്? പഠിച്ചുഷാറായി നല്ല ശമ്പളം വാങ്ങിച്ച് നല്ല സമ്പാദ്യം ഉണ്ടാക്കണമെന്നല്ല. പൊന്നുമോനെ, ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ഖബറിലേക്കുള്ള ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാനെന്ന് ഇടയ്ക്കിടെ മാതാപിതാക്കൾ മക്കളെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം.
നമ്മുടെ ശരീരം പലതും പറയും, പല താല്പര്യങ്ങളും പറയും, പല കാര്യങ്ങളും പറയും, പല ആഗ്രഹങ്ങളും ശരീരത്തിനുണ്ടാകും. അപ്പോഴൊക്കെ പൊന്നുമോനെ നീ അത് ചെയ്യാൻ നിൽക്കരുത്. അത് ചെയ്താൽ എന്റെ ഖബർ എന്താകുമെന്ന് നീ ചിന്തിക്കണമെന്ന് മാതാപിതാക്കൾ മക്കൾക്ക് നിർദ്ദേശം നൽകണം നിരന്തരമായി. സ്വാഭാവികമായി കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും അവന്റെ പ്രായത്തിന്റെ പക്വതയനുസരിച്ച്, അവന്റെ പ്രായത്തിന്റെ മാറ്റമനുസരിച്ച്, അവന്റെ യുവത്വത്തിന്റെ ചോരത്തിളപ്പനുസരിച്ച് പല വികാരങ്ങളും വൈകാരികമായ ചിന്തകളും വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഉമ്മമാര് നിരന്തരമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണ്, മോനെ നിന്റെ വികാരങ്ങളെ, നിന്റെ വൈകാരികമായ താല്പര്യങ്ങളെ, നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ, നിന്റെ ദേഹേച്ഛകളെ നീ നിയന്ത്രിക്കേണ്ടത് ഖബറിലെത്തിയാൽ അത് ഉപകരിക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണ്. എന്ത് ചെയ്യുമ്പോഴും നീ എന്റെ ഖബറിലെത്തിയാൽ ഇതെനിക്ക് ഉപകാരമാണോ അല്ല ഉപദ്രവമാണോ ചെയ്യുന്നത് എന്ന് വ്യക്തമായി ചിന്തിക്കാൻ ഓരോ മാതാപിതാക്കൾക്കും മക്കൾക്ക് ഉപദേശം നൽകിയാൽ ആ മക്കൾ ഖബറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് മാലാക്കമാരുടെ സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് സ്വർഗമാണ്. ഖബർ സ്വർഗമാണ്, ഖബർ സ്വർഗമാണ്. അതുകൊണ്ട് പേടിയോടെ സ്വർഗത്തിലേക്ക് പേടിച്ചിട്ടല്ലല്ലോ പോവേണ്ടത്, സന്തോഷത്തോടെയല്ലേ പോവേണ്ടത് എന്ന ആശീർവാദത്തോടുകൂടി അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തോടുകൂടി പുഞ്ചിരിച്ച ഖബറിലേക്ക് പോകാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് പറഞ്ഞു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളായിരുന്നു, അതേപോലെ വഫിൽ ആഖിറ, ആഖിറത്തിലും നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളാണ്. ദുനിയാവിൽ എങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായി? നിസദ്ദിദുകും വനദഉ ലക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്തു. നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ തിരുത്തി തന്നു, നല്ല വഴി ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. വബി അംരില്ലാഹി നഹ്ഫദുകും, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങളെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. വഫിൽ ആഖിറ, ഇനി നാളെ ആഖിറത്തിൽ എത്തുമ്പോഴും നിങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളാണ്. നകൂനു മഅകും നുനിസു വഹ്ശതകും, നിങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ നിങ്ങളുടെ കൂട്ടുകാരായി ചങ്ങാതിയായി ഞങ്ങൾ ഉണ്ടാകും. വനുഅമ്മിനു ഖൗഫകും, നിങ്ങളുടെ ഭയം ഇല്ലാതെയാകും, പേടി ഞങ്ങൾ മാറ്റിത്തരും. വനുജാവിസു ബികും സിറാത്തുൽ മുസ്തഖീം, സിറാത്ത് പാലത്തിലൂടെ കടക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ കൈ പിടിക്കാൻ. സിറാത്ത് പാലത്തിൽ താഴെ വീഴാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. വനുവസ്സിലുകും ഇലാ ജന്നാത്തിൻ നഈം, സ്വർഗമെന്ന് പറയുന്ന മനോഹരമായ ഭവനത്തിലേക്ക് നിങ്ങളുടെ കൈയും പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ മാലാക്കമാർ. ثم تستقبلهم يوم البعث والنشور بالبشر والحبور, സന്തോഷിപ്പിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ കൊണ്ട് പാരത്രിക ലോകത്ത് ഈ മാലാക്കമാര് ഇവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ വതതലഖാഹുൽ മലായിക ഹാദാ യൗമുകുമുൽ ലദീ കുൻതും തുഅദൂൻ. അല്ലാഹു പറയാൻ, ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, നാളെ പാരത്രിക ലോകത്തെ പേടിയെ കുറിച്ച് അവർ ഒരിക്കലും ആശങ്കപ്പെടൂല. പേടിയില്ല. മരിക്കുന്ന സമയത്ത് ആഖിറത്തെ കുറിച്ച് പേടി ഉണ്ടാവും. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, വലിയ പേടിയുണ്ടല്ലോ. മഹ്ശറയും നരകവും സിറാത്തൊക്കെ വലിയ വലിയ പേടിയല്ലേ. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, ആ വലിയ പേടി ഇവരെ ബാധിക്കൂല. വതതലഖാഹുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇവരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഹാദാ യൗമുകുമുൽ ലദീ കുൻതും തുഅദൂൻ, മലക്കുകൾ പറയാണ്, ഇതാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇടയ്ക്കിടെ സന്തോഷ വാർത്ത അറിയിച്ച സ്വർഗം ഇതാണ്. ഇങ്ങനൊരു ദിവസം വരാനുണ്ട് എന്ന് ഇടയ്ക്കിടെ വാലുകൾ ഖുർആനിൽ ഓതിയത്, പാരായണം ചെയ്തത്. ഇതാണ് ആ ദിവസം, നിങ്ങളന്ന് നന്മ ചെയ്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അള്ളാഹുവിന്റെ മാലാക്കമാർ ഇവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ആളുകളെല്ലാം മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സമയം വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നെണീറ്റിരിക്കണോ? ഒന്നെണീറ്റിരുന്നോളൂ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തേന് കൊടുത്തോളൂ. ഇവിടെ വെച്ചാൽ ഉടനെ ബാക്കിയാവൂലേ?
ഉറക്കെ ചൊല്ലിക്കോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾക്ക് ഇരുന്നിട്ട് നടുവേദന വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളോട് ഞാൻ എണിക്കാൻ പറഞ്ഞു. കുറച്ചമ്മ ഇരുന്നിട്ട് ഒന്ന് ഉറക്കെ സ്വലാത്തില്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇരിക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾ 300 പറഞ്ഞു, ഞാൻ 1000 പറഞ്ഞു. ഇവരെന്നോട് പറഞ്ഞ 300 രൂപക്ക് വാങ്ങിക്കണം. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞ, 300 മിനിമം കൊടുക്കണം. കൂടുതൽ 1000, 500, 2000 എത്ര വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ തേന് വരുമ്പോ കഴിവിന്റെ പരമാവധി തേനൊരു ഔഷധാണല്ലോ. ഖുർആനിൽ മുസ്ലിമീങ്ങളെ അള്ളാഹു നബിത്തങ്ങൾ ഉപമിച്ചത് തേനീച്ചയായിട്ടാണ്. ഇന്നമാ മസലുൽ മുഅ്മിനി കമസലിൻ നഹ്ല. ഒരു മുഅ്മിൻ തേനീച്ചകളെ പോലെ ആവണം എന്നാ പറഞ്ഞത്. ഏതായാലും തേന് പുറത്തുവിടാൻ കഴിയില്ലെങ്കിൽ തേന് കുടിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, മാതൃക കാണിക്കുക. തേന് അത് രോഗത്തിന്റെ ശമനമാണ്. തേന് രോഗത്തിന് ശമനമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സദസ്സല്ലേ, മജ്ലിസുന്നൂറൊക്കെ കഴിഞ്ഞ ബർക്കത്തുള്ള സദസ്സല്ലേ. അപ്പൊ അതുകൊണ്ട് 300 രൂപ ഒരു മിനിമം എന്ത് ചെയ്യാം, മനസ്സിൽ കരുതിയിട്ട് വാങ്ങാം. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവും. ഇനി 300 ചില്ലറൊക്കെ ബുദ്ധിമുട്ടല്ലേ, 100 തേടി പോകുന്ന 500 ഏറ്റെടുത്തു തുടങ്ങുന്ന പിന്നെ ആർക്ക് പ്രശ്നമില്ലല്ലോ അല്ലെ. ഇപ്പൊ ഇവർക്ക് 300, 200 തിരിച്ചറിയണം. നിങ്ങൾക്കാണെങ്കിൽ കുറെ 100 തിരഞ്ഞെടുക്കണം. അതൊന്നും വേണ്ട, ഒരു 500 കൊടുത്താൽ മാഷാ അല്ലാഹ് വളരെ ഉഷാറായി. ഇനി 300 കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഒരു പക്ഷെ ഉണ്ടെങ്കിൽ സദസ്സിൽ, അവർക്കും തേന് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് കഴിയുന്നത് കൊടുത്തിട്ട് വാങ്ങട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക, വാങ്ങിക്കുക. നല്ല നീയത്തോടു കൂടി കുടിക്കുക. അള്ളാഹു ശിഫ തരും. അപ്പൊ ഞാൻ നിർത്താൻ പോവാണ്. അള്ളാഹു തആല പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇന്നല്ലാഹ യജ്മഉ യൗമൽ ഖിയാമah الأولين والآخرين في صعيد واحد. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള ആളുകളെ ഒരേ ഒരു സ്ഥലത്താണ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്. ഇന്നല്ലാഹ യജ്മഉ യൗമൽ ഖിയാമah. ഖിയാമത്ത് നാളിൽ ലോകാവസാനം അല്ലാഹു തആല മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ സമുദായങ്ങളെയും ഇനി വരാനിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഫീ സഈദിൻ വാഹിദ്, ഒരൊറ്റ ഒരു സ്ഥലത്താണ് ഒരുമിച്ച് കൂട്ടുന്നത്. ഫയുസ്മിഉഹുമുദ്ദാഇ വയൻഫുദുഹുമുൽ ബസർ. അവിടെയുള്ള ഓരോ ആളുകളും അവിടെയുള്ള വിളിയാളം കേൾക്കുകയും കാണുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത്ര ചെറിയ സദസ്സിൽ തന്നെ ഒരുപാട് ബോക്സും മൈക്കൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്നാലും മഹ്ശറിലെത്തിയാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള ആളുകളൊക്കെ ഒരു മതിലിൽ കൂടിയാൽ ഏകദേശം ഇപ്പൊ എത്ര വാട്സ് വേണ്ടി വരും? ഓപ്പറേറ്ററൊക്കെ ഇപ്പൊ ആരായിരിക്കും എന്നുള്ള ചിന്തയില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ഓപ്പറേറ്റർമാരൊക്കെ ആരായിരിക്കും, എത്ര വാട്സ് സംഘടിപ്പിക്കേണ്ടി വരും? എവിടുന്ന് ഇപ്പൊ ഇത്രയൊക്കെ വാട്സ് ഉണ്ട്? ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള ആളുകളുണ്ട്. അല്ലാഹു തആല നാളെ വിചാരണ നടത്തുന്നത് നീതിയോടെയാണ്. നീതി ലഭിക്കും, എല്ലാവർക്കും നീതി ലഭിക്കും. തെറ്റു ചെയ്യാത്ത ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല. തെറ്റു ചെയ്യാത്ത ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല. എന്നാ തെറ്റു ചെയ്തവരെയൊക്കെ ശിക്ഷിക്കണമെന്നുണ്ടോ? ഉണ്ടോ? സമയത്ത് വന്ന എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ കയറ്റണം. എന്നാ വൈകി വന്ന ആളുകളെ അടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? നിങ്ങളെല്ലാം മുഖം കാണുമ്പോൾ അടിക്കണം എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. വൈകി വന്നവരൊക്കെ ശിക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. വൈകി വന്നവരെ വേണമെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാതെ ക്ലാസ് റൂമിൽ കയറ്റാം. ഇനി ശിക്ഷിക്കൽ അക്രമമാണോ, തെറ്റാണോ? അല്ല, ഇയാൾ വൈകി വന്നത് കാരണത്താലാണ്.
അപ്പോൾ അല്ലാഹു തആല പറയാണ് വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. നീതിയോടുകൂടിയാണ് അല്ലാഹു തആല ഓരോ ആളുകളെയും വിചാരണ ചെയ്യുക. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരാളെയും അല്ലാഹു ആക്രമിക്കൂല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ചെറിയ ഒരു അണുമണി തൂക്കം കാര്യം ചെയ്താലും അല്ലാഹു അതിനെ വിചാരണ ചെയ്യുമെന്നാ പറഞ്ഞത്. ഒരു രൂപ കൊടുത്താൽ, ഒരു രൂപ കൊടുത്താൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലം തരും. അതിനു പുറമെ അപ്പുറത്തെടുക്കുന്ന ഒരാളെ ഒന്നിങ്ങനെ ചെവിക്കുറ്റിക്ക് ചൊട്ടിയാൽ അതിനും അല്ലാഹു നാളെ ശിക്ഷിക്കും, അയാൾക്ക് സമ്മതമില്ലെങ്കിൽ. മനസ്സിലായോ? അതിപ്പോ ചൊട്ടിയതല്ലേ, ചെവി ഇങ്ങോട്ട് തിരിച്ചല്ലേ എന്നാ പറയാ. അപ്പൊ വെറുതെ അയാൾക്ക് വേദനയായി, അയാൾ പൊരുത്തപ്പെട്ടില്ല, അതും അല്ലാഹു നാളെ വെറുതെ വിടൂല. അതിപ്പോ വെറുതെ ഒരു തമാശക്ക്, ഇങ്ങനെ തമാശക്ക് ഇതായിരിക്കും, അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട. മനസ്സിലായി? ഇപ്പൊ തമാശ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടൂല. ചില ആളുകൾ തമാശയെ കാര്യമായിട്ട് എടുക്കും. അപ്പൊ അവരെ മനസ്സ് നോവിക്കും, അവർക്ക് വിഷമാവും, വല്ലാത്ത ബേജാറാവും. അപ്പൊ അതിന് അവർ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നാളെ അല്ലാഹു ചോദ്യം ചെയ്യും. وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. അല്ലാഹു തആല വളരെ ചെറിയ വിഷയങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒന്നുപോലും വിടാതെ അല്ലാഹു തആല നാളെ വിചാരണ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വിചാരണ ചെയ്യുമ്പോൾ തെറ്റു ചെയ്ത എല്ലാ ആളുകളെയും ശിക്ഷിക്കണമെന്നുള്ള നിർബന്ധമില്ല. തെറ്റ് ചെയ്തവർക്കൊക്കെ അല്ലാഹു മാപ്പ് നൽകി സ്വർഗ്ഗം നൽകിയേക്കാം, അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. പക്ഷേ തെറ്റു ചെയ്യാത്ത ഒരാളെയും അല്ലാഹു എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. അപ്പൊ രണ്ട് ആടുണ്ട്. ഒരാടിന് അല്ലാഹു കൊമ്പ് കൊടുത്തില്ല, മറ്റൊരാടിന് അല്ലാഹു കൊമ്പ് കൊടുത്തു. അപ്പൊ ഈ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ നന്നായിട്ട് കുത്തി വേദനിപ്പിച്ചു. അങ്ങനെ ഈ ആടിന് പരസ്പരം അങ്ങോട്ടേക്ക് പ്രതികാരം എടുക്കാൻ കഴിയാതെ മരിച്ചുപോയി. നാളെ ആഖിറത്തിലെത്തിയാൽ അല്ലാഹു ആടിനോട് ചെയ്യുന്ന അക്രമമല്ലേ ഇത്? കാരണം കൊമ്പ് അല്ലാഹു കൊടുക്കാത്തത് കൊണ്ടല്ലേ മറ്റാട് കുത്തിയത്. നിങ്ങൾ ഇവിടെ ഇല്ലേ? കൊമ്പ് അല്ലാഹു കൊടുക്കാത്തത് കൊണ്ടല്ലേ ഈ ആടിനെ അങ്ങോട്ട് കുത്തി വേദനിപ്പിച്ചത്. അല്ലാഹു ചെയ്യുന്നൊരു അക്രമമാണല്ലോ. അപ്പൊ അല്ലാഹു എന്ത് ചെയ്യും? കൊമ്പില്ലാത്ത ആടിനെ അവിടെ വെച്ച് കൊമ്പ് കൊടുക്കും, എന്നിട്ട് ഇങ്ങോട്ട് കുത്തിക്കും. അപ്പൊ നീതിയായില്ലേ? അതുപോലെ അല്ലാഹു ചെയ്യുന്ന. അതുകൊണ്ട് തീർക്കേണ്ടത് ഇവിടെ വെച്ച് തീർത്തോളൂ. എന്നാൽ ആഖിറത്തിലേക്ക് ആരും ബാക്കി വെക്കണ്ട. മാനസികമായ വിഷയങ്ങളാണെങ്കിലും ശാരീരികമായ വിഷയങ്ങളാണെങ്കിലും ബാക്കി വെച്ചാൽ അല്ലാഹു നാളെ അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്യുകയും പ്രതികാരം പരസ്പരം വാങ്ങുകയും കൊടുക്കുകയൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ആഖിറത്തിലേക്ക് ഒന്നും ബാക്കി വെക്കാതെ, എന്തിന് ഞാൻ പറഞ്ഞാൽ കൊമ്പില്ലാത്തൊരാടിന് കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്താൻ പറയുമെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്തു ചെയ്താലും പൊരുത്തപ്പെടിക്കാത്തതാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അത് വിചാരണ നേരിടേണ്ടി വരും. അതുകൊണ്ട് നാളേക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കണ്ട. ഞാൻ നിർത്താൻ. അപ്പൊ ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അല്ലാഹു തആല ഒരു വിശ്വാസിയെ അടുത്തേക്ക് വിളിക്കും. ഫയലഉ അലൈഹി കനഫഹു വയസ്തുറു, അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹു അവന്റെ ആ ദയ അവനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവന്റെ തെറ്റുകളൊക്കെ അല്ലാഹു മറച്ചു വെക്കുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു ഒരാളെ വിളിക്കാൻ, അതഅരിഫു ദംബ കദാ, നിനക്ക് ഈ 4 ദിവസം ചെയ്ത തെറ്റ് ഓർമ്മയുണ്ടോ? അതഅരിഫു ദംബ കദാ, ഈ തെറ്റ് ഓർമ്മയുണ്ടോ? നഅം യാ റബ്ബ്, ഉണ്ട് റബ്ബേ, എനിക്ക് ഓർമ്മയുണ്ട്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബി, കള്ളു കുടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് റബ്ബേ. വ്യഭിചരിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട് റബ്ബേ. ഹത്താ ഇദാ ഖററഹു ബിദുനൂബി, ചെയ്ത തെറ്റയാൾ അംഗീകരിച്ചു. വറആ ഫീ നഫ്സിഹി അന്നഹു ഹലക്, ഞാൻ ഇന്ന് തോറ്റുപോയി, എന്തായാലും അല്ലാഹു എന്നെ നരകത്തിലിടും, കാരണം ഞാൻ കള്ളു കുടിച്ചതൊക്കെ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചത് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, എന്റെ കാര്യം കഷ്ടമാണ് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അല്ലാഹു അയാളോട് പറയും, സതർതുഹാ അലൈക ഫിദ്ദുന്യാ, നീ കള്ളു കുടിച്ചത് വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നീ കള്ളു കുടിച്ചത് നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരസ്യമായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനത് രഹസ്യമാക്കി വെച്ചിട്ടില്ലേ? നീയും അത് രഹസ്യമാക്കി വെച്ചു. നീ ചെയ്ത തെറ്റ് മറ്റൊരാൾ അറിയാതെ രഹസ്യമാക്കി വെച്ചില്ലേ നീ? അതുകൊണ്ട് ഞാൻ ഇന്ന് നിനക്ക് പുറത്തു തരാം. അപ്പൊ തെറ്റ് ചെയ്യുന്നവർ പരസ്യമാക്കിയാൽ അല്ലാഹു മാപ്പ് നൽകൂല. തെറ്റ് ചെയ്യുന്നവർ ഒരു തെറ്റ് ചെയ്തത് രണ്ടാമതൊരാളോട് പറഞ്ഞാൽ അവർ അല്ലാഹു മാപ്പ് നൽകൂല. നമ്മൾ അല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു തെറ്റു നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയാൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് അള്ളാഹു പുറത്തരും. നേരെ മറിച്ച് രണ്ടാമതൊരാളോടത് പറഞ്ഞാൽ അള്ളാഹു മാപ്പ് തരൂല. കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എൻ്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകൂല. അവരാരാണ്? മുജാഹിരീങ്ങളാണ്.
എന്താണ് അവരുടെ പ്രശ്നം? അവർ രാത്രിയിൽ ഒരു തെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആരാരും കാണാതെ ഒരു തെറ്റ് ചെയ്യും. എന്നിട്ട് അള്ളാഹു മറച്ചു വെച്ച തെറ്റിനെ അവർ സുഹൃത്തുക്കളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോടൊക്കെ പറഞ്ഞ് അതിനെ പരസ്യമാക്കും. ചെയ്ത തെറ്റ് രണ്ടാമതൊരാളോടൊരാൾ പറഞ്ഞാൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകൂല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളും അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി, രണ്ടാമതൊരാളോട് പറയണ്ട. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. എങ്കിൽ അള്ളാഹു തആല നാളെ എല്ലാം പുറത്തു തരും. എന്നിട്ട് നന്മയുടെ കിതാബ് നമ്മുടെ കയ്യിൽ തരും. ഒരൊറ്റൊരു ഹദീസും കൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ അള്ളാഹു ഒരാളെ വിളിക്കും. എന്നിട്ട് 99 കിതാബ് അവരുടെ കയ്യിൽ കൊടുക്കും. 99 ഏടുകൾ അവരുടെ കയ്യിൽ കൊടുക്കും. കുല്ലു സിജില്ലിൻ മദ്ദൽ ബസർ. ഓരോ ഏടുകളും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കാൻ. ഓരോ 99 കിതാബുകൾ കൊടുക്കാൻ. ഓരോ കിതാബും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുകയാണ്. എന്നിട്ട് ഈ 99 കിതാബും വായിച്ചു നോക്കാൻ പറയും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, ഹൽ തുൻകിറു മിൻ ഹാദാ ഷൈഅ, ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിഷേധിക്കാൻ നിനക്ക് കഴിയോ? ഇത് നിന്റെ 99 ഗ്രന്ഥങ്ങളാണ്. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ തെറ്റുകളും തിന്മകളും, ചെറുതും വലുതും, രഹസ്യവും പരസ്യവും എല്ലാം ഇതിലുണ്ട്. ഇതിൽ ഞാൻ ഏതെങ്കിലും നീ ചെയ്യാത്ത ഒരു തെറ്റ് ഇവിടെ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ലാ യാ റബ്ബ്, ഇല്ല റബ്ബ്, ഒന്നുമില്ല, എല്ലാം ഞാൻ ചെയ്തത് തന്നെയാണ്. അലക ഉദ്റുൻ, എക്സ്ക്യൂസ് ഉണ്ടോ? എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാനുണ്ടോ? ഒഴിവ് കഴിവ് പറയാനുണ്ടോ? അലക ഹസന, എന്തെങ്കിലും നന്മയുണ്ടോ? അയാൾ പേടിക്കും. ഇല്ല പടച്ചോനെ, ഇല്ല, എനിക്ക് ഒരു എക്സ്ക്യൂസും പറയാനില്ല. അപ്പോൾ അല്ലാഹു പറയും, ബലാ ഇന്നലക ഇൻദനാ ഹസനാത്, നിനക്ക് നന്മ കാണുന്നില്ലെങ്കിലും എൻ്റെ അടുത്ത് ചില നന്മകൾ ഞാൻ സ്വകാര്യമായി എടുത്തു വെച്ചിട്ടുണ്ട്. വഇന്നഹു ലാ ദുൽമ അലൈക അൽയൗം, ഇന്ന് ഞാൻ നിന്നെ ആക്രമിക്കൂല. ഫതുഖ്റജ് ലഹു ബിത്വാഖ, ഒരു കാർഡ്, 99 കണ്ണെത്താ ദൂരത്തോളം വലിപ്പമുള്ള കിതാബുകൾക്കിടയിൽ ഒരു കാർഡ് അല്ലാഹു കൊണ്ടുവരും. ഫീഹാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫയഖൂൽ യാ റബ്ബ് മാ ഹാദിഹിൽ ബിത്വാഖ മഅ ഹാദിഹി സിജില്ല, ഈ വലിയ 99 ഗ്രന്ഥങ്ങളുടെ ഇടയിൽ ഈ കാർഡിന് എന്ത് വിലയാണ് റബ്ബേ? 99 തിന്മകളുടെ ഗ്രന്ഥങ്ങൾ, ഇതിനിടയിൽ ഇത്ര പോകുന്ന ഒരു നന്മ, ഒരു കാർഡ്, അതിൽ എന്താണ് റബ്ബേ? അപ്പോൾ അല്ലാഹു വീണ്ടും പറയും, ഇന്നക ലാ തുദ്ലം, നീ ഇന്ന് ആക്രമിക്കപ്പെടുന്നില്ല. ഫതൂലഉ സിജില്ലാതു ഫീ കിഫ വൽ ബിതാഖതു ഫീ കിഫ, മീസാനിന്റെ, തുലാസിന്റെ പാത്രത്തിൽ 99 ഗ്രന്ഥങ്ങളും ഒരു തുലാസിൽ. ഈ കാർഡ്, അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് എഴുതി വെച്ച കാർഡ് മറ്റൊരു പാത്രത്തിൽ വെക്കും. ഫതുഅശതിസ് സിജില്ല, അപ്പോൾ തിന്മകളൊക്കെ പാറിപ്പോകും, ഒന്നുമല്ലാതെയാകും. വസഖുലതുൽ ബിത്വാഖ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കാർഡ്, അതിന് വല്ലാത്ത ഭാരമുണ്ടാകും. ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ഷൈഉൻ, അല്ലാഹുവിന്റെ ഇസ്മിന്റെ കൂടെ വേറെ ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. അഥവാ നീ ഹൃദയം കൊണ്ട്, ഹൃദയം അറിഞ്ഞ് ഒരു തവണയെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് നീ ഹൃദയം കൊണ്ട് പറഞ്ഞ് ജനങ്ങളെ ശല്യം ചെയ്യാതെ, മനുഷ്യനെ വേദനിപ്പിക്കാതെ, വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വേദനിപ്പിക്കാതെ നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് നിന്റെ തിന്മകളൊക്കെ പുറത്തു തന്ന് സ്വർഗം നൽകുമെന്നാണ് ഈ മഹത്തായ ഹദീസ് നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു പരസ്പരം പകയും വൈരാഗ്യവും അസൂയയും കുറുമ്പും ദേഷ്യവും, അതാ ഒരു മനുഷ്യന്റെ മാനസികമായ രോഗങ്ങൾ അള്ളാഹു എടുത്തു കളഞ്ഞിട്ടേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നിരന്തരമായി നേരിടേണ്ടവരാണ് നമ്മളെന്നും. നന്മ ചെയ്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് തെറ്റുവരുമ്പോൾ ഉടനെ തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ മരണസമയത്തുണ്ടാകുമെന്നും ഈ ഭൂമിയെക്കാളും മനോഹരമായ സ്വർഗമാക്കി നമ്മുടെ ഖബറിടത്ത് അള്ളാഹു മാറ്റുമെന്നും നമ്മുടെ സ്വഭാവത്തിന്റെ നന്മ കൊണ്ട് ഒരു തവണയെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു നാളെ
തിന്മകളൊക്കെ പുറത്തു തന്ന് സ്വർഗം നൽകുമെന്നുമുള്ള ഹദീസൊക്കെ മുന്നിൽ കണ്ട് പ്രതീക്ഷയോടെയും പേടിയോടെയും അള്ളാഹുവിലേക്ക് താണുകേണ് വിനയാന്വിതനായി മടങ്ങാൻ ഞാനടക്കമുള്ള എല്ലാ ആളുകളും തയ്യാറാവുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.